ശാന്തമായി ഉണരാനുള്ള മരുന്ന് എന്താണ്? ഇതാണ് പ്രശ്നം. ശാന്തമായി ഉണരാനുള്ള മരുന്ന് എന്താണ്? അല്ലെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ നമുക്കൊരു ശാന്തത കിട്ടാനുള്ള മരുന്ന് എന്താണ്? എനിക്ക് 4 മരുന്നുകളാണ് കിട്ടിയത്. നിങ്ങളോടത് പറയാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ. കുറച്ച് സമയം ഞാൻ എടുക്കുള്ളൂ, കുറച്ച് സമയം. ഈ 4 കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ആയുസ് കൊണ്ട് ഞാൻ പഠിച്ച 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? കണ്ടൻമെൻ്റാണ്. കണ്ടൻമെൻറ്റ്. എന്താ കണ്ടൻമെൻ്റ് എന്ന് പറഞ്ഞാൽ? സംതൃപ്തി. നമ്മളിപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ, നമ്മൾ ആരുടെ കൂടെയാണോ ഉള്ളത് അവരെ, നമുക്ക് എന്താണോ ഉള്ളത് അതിനെ ഏറ്റവും ആനന്ദത്തോടെയും സന്തോഷത്തോടെയും ആർക്കാണോ സ്വീകരിക്കാൻ പറ്റുന്നത് അവരുടെ ഉള്ളിൽ മാത്രമേ ഒരു ഇന്നർ പീസ് അനുഭവിക്കാൻ കഴിയുള്ളൂ. ശരിയല്ലേ? അല്ലേ? അസംതൃപ്തി എവിടെയാണോ മനുഷ്യനുണ്ടാവണത് അവർക്ക് എന്താ നഷ്ടപ്പെടുക? സമാധാനം നഷ്ടപ്പെടുക. അതിങ്ങനെ എണ്ണി നോക്കിയാൽ ഏറ്റവും സൂക്ഷ്മമായ കാര്യമടക്കം ഏറ്റവും വലിയ കാര്യത്തിലേക്ക് വരെ നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു സംതൃപ്തിയാണ്. ഇപ്പം ചില ആളുകൾ പറയില്ലേ, എനിക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാൻ കഴിയുന്നു, ഞാൻ എന്തും കഴിക്കും എന്നൊക്കെ പറയില്ലേ? ചില ആളുകൾ അങ്ങനെ പറയില്ലേ, ഞാൻ എന്തും കഴിക്കും. അങ്ങനെയൊക്കെ പറയുമ്പോൾ അയാൾ എത്ര ഗ്രാറ്റിറ്റ്യൂഡുള്ള മനുഷ്യനായിട്ട് മാറണം ആലോചിച്ചു. അയാൾ എത്ര ഈശ്വരനോട് പഠിച്ചവനോട് എത്ര നന്ദിയുള്ളൊരു മനുഷ്യനായിരിക്കണം അല്ലേ? ഞാനെല്ലാം കഴിക്കുമെന്ന് പറയുമ്പോഴേ, കാരണം ഒരാൾക്ക് ടോക്സിക് ആയിട്ടുള്ളൊരു സാധനം വേറൊരാൾക്ക് ടോണിക് ആയിരിക്കും, ഒരാൾക്ക് ടോണിക്കായ കാര്യം വേറൊരാൾക്ക് ടോക്സിക് ആയിരിക്കും. നിങ്ങൾ കഴിക്കുന്ന സാധനം ചിലപ്പോൾ എനിക്ക് പറ്റണമെന്നില്ല, എൻ്റെ ശരീരത്തിന് ചിലപ്പോൾ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്നോട് പറയാം ഞാനെല്ലാം കഴിക്കും എന്ന് പറയുമ്പോൾ പോലും ഒരാളുടെ ഉള്ളിൽ എത്ര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണമെന്ന് ആലോചിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിൽ ഒരു പ്രവാചകനുണ്ട്, നൂഹ് പ്രവാചകൻ അല്ലേ? നോഹ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള നൂഹ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചവൻ എന്താ പറഞ്ഞതെന്നറിയാം? നോഹ പ്രവാചകൻ. നോഹയുടെ പെട്ടകം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ബൈബിളിലുണ്ട് നോഹയുടെ പെട്ടകം. കപ്പൽ കണ്ടുപിടിച്ച ആളാണ്, ദൈവകൽപ്പനയാൽ കപ്പൽ നിർമ്മിച്ച ആളാണ്. ഈ നൂഹ് നബിയെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ പേരെന്താണെന്നറിയാം? അദ്ദേഹം നന്ദിയുള്ള അടിമയാണ്, അബ്ദൻ ഷക്കൂർ എന്നാണ്. നന്ദിയുള്ള അടിമയാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഖുർആൻ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞെന്താണെന്നറിയോ? അതിൻ്റെ കാരണം അദ്ദേഹം ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പടച്ചോനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും, നന്ദി പറയും. ഭക്ഷണത്തിൻ്റെ പേരിൽ അത്രയേറെ നന്ദി കാണിക്കുന്ന ഒരാളായതുകൊണ്ടാണ് പടച്ചോൻ അദ്ദേഹത്തെ വിളിച്ച പേര് പോലും എന്താണ്? അബ്ദൻ ഷക്കൂർ, നന്ദിയുള്ള അടിമ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയോ? ഒരു സംശയവും വേണ്ട, ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദി. ഈ നന്ദിയുള്ളവർക്ക് നേരത്തെ പറഞ്ഞ കണ്ടൻമെൻ്റ് ഉണ്ടാവുള്ളൂ. എനിക്ക് എന്താണോ ഉള്ളത് അതിൽ എൻ്റെ ഉള്ളിൽ കണ്ടൻമെൻ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, സംതൃപ്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനോട് ആദ്യം എനിക്ക് ഉണ്ടാവേണ്ടത് നന്ദിയാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ദുബൈയിലാണ്, സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. അവന് കുറേ കാത്തിരുന്നിട്ടാണ് ഒരു കുഞ്ഞുണ്ടായത്. ആ കുഞ്ഞിനെന്താ പേരിട്ടത് എന്നറിയോ? ആ മോൾക്കിട്ട പേരെന്താണെന്നറിയോ? ദുആ ലയാൽ. ദുആ ലയാൽ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എത്രയോ രാവുകളിലെ പ്രാർത്ഥനയാണ്. ഒരായുസ് മുഴുവനും ആ കുഞ്ഞിനെ നൽകിയവനുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. ഒത്തിരി പേരാ അല്ലേ? എന്താണ്? ദുആ ലയാൽ.
എത്രയോ രാത്രികളിലെ പ്രാർത്ഥനയാണ്. ആ കുഞ്ഞിൻ്റെ ചിരി കാണുമ്പോഴൊക്കെയും ആ കുഞ്ഞിനെ പേര് ചൊല്ലി വിളിക്കുമ്പോഴൊക്കെയും അതൊരു ദൈവസ്തുതിയായി മാറുകയാണ്. ദുആലയാൽ എത്രയോ രാത്രികളിലെ പ്രാർത്ഥനയാണ്. ബൈബിളിൽ ജോസഫ് എന്നും വിശുദ്ധ ഖുർആനിൽ യൂസുഫ് എന്നും പറയുന്നൊരു പ്രവാചകനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാർ അദ്ദേഹത്തോടുള്ള അസൂയ കാരണം കൊല്ലാൻ വേണ്ടിയിട്ട് ഒട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടതാണ്. പക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ടില്ല, അവിടുന്ന് രക്ഷപ്പെട്ട് പിന്നെ ഈജിപ്തിലെ മന്ത്രിയൊക്കെ ആയിട്ട് മാറുന്ന ഒരു വലിയ ചരിത്രമുണ്ട് കേട്ടോ. ഈ യൂസുഫ് എന്ന പ്രവാചകന് പിന്നീടൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനിട്ടൊരു പേരുണ്ട്. ഈ പേര് പറഞ്ഞപ്പോൾ ഓർമ്മിച്ചതാണ് കേട്ടോ. എന്താ പേരെന്നറിയോ? ആ കുഞ്ഞിന് അദ്ദേഹം ഇട്ട പേരായിരുന്നു മനാസേ. മനാസേ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എല്ലാം മറക്കുക. കാരണം ഈ കുട്ടി വലിയ കുട്ടിയാവും. ഈ കുട്ടി വലിയ കുട്ടിയാവുമ്പോൾ നാട്ടുകാർ ഈ കുട്ടിയോട് വന്നിട്ട് പറയും, നിന്റെ മൂത്താപ്പയൊക്കെ നിനക്കറിയോ, നിന്റെ ഇച്ചാപ്പയൊക്കെ നിനക്കറിയോ? ആരാന്നറിയോ? നിന്റെ വാപ്പയെ കൊല്ലാൻ നോക്കിയ ആളാ, നിന്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയ ആളാ. കൊല്ലാൻ വേണ്ടിയിട്ടേ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടതാ. അവരോട് പകരം ചെയ്യണം, പ്രതികാരം ചെയ്യണമെന്ന് ആരെങ്കിലും ഈ കുട്ടിയോട് എന്തെങ്കിലും വന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് പറയാനുള്ള മറുപടി എന്താണ് എന്ന് ആ കുട്ടിയുടെ പേരിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. സാരല്ലടാ പോട്ടെ അല്ലേ, മനാസ, സാരല്ലടാ പോട്ടെ. ദുആ ലയാ, എത്രയോ രാത്രികളിൽ പ്രാർത്ഥന. നമ്മൾ മുമ്പ് എവിടെയോ പറഞ്ഞിരുന്നു, മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രസിദ്ധനായിക്കൊണ്ടിരിക്കുന്ന ഒരു ചലച്ചിത്ര നടനെക്കുറിച്ച്, സിനിമാ നടനാണ്. അദ്ദേഹമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ദിവ്യ ചോദിക്കുന്നുണ്ട്, അച്ഛനെക്കുറിച്ച് ചോദിച്ചു. അച്ഛനെക്കുറിച്ച് വളരെ ആവേശത്തോടെ ആൾ മറുപടി പറഞ്ഞു. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് കേട്ടോ. അച്ഛനൊരു വക്കീലാണ് ഇരിങ്ങാലക്കുടയിൽ. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് കയറി വന്ന ആളാണ്. ആരുടെയും അഡ്രസ്സിൽ കയറി വന്നതല്ല, കഠിനാധ്വാനം കൊണ്ട് കയറി വന്ന സാധാരണക്കാരനായ ഒരാളാണ്. അപ്പോൾ അച്ഛനെ കുറിച്ചൊക്കെ ഭയങ്കര അഭിമാനത്തോടെ ആൾ സംസാരിച്ചു. അമ്മയെക്കുറിച്ച് ചോദിച്ചു, അമ്മയെക്കുറിച്ച് സന്തോഷത്തോടെ പറഞ്ഞു. പിന്നെ അവൻ്റെ ചേട്ടനെ കുറിച്ച് ചോദിച്ചു. ചേട്ടനെ കുറിച്ച് ആവേശത്തോടെ പറയാൻ തുടങ്ങിയപ്പോഴേക്ക് ഇവൻ കരഞ്ഞുപോയി. ഇവനെ നിയന്ത്രിക്കാൻ കഴിയാതെ ഇവൻ്റെ ചങ്കിടറി. ടിഷ്യൂ കൊണ്ട് ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് അവൻ പറയാണ്, അവനെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും. അവനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് എനിക്ക് സങ്കടം വരും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇവൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ് നല്ല ജോലിയൊക്കെ കിട്ടിയിരുന്നു. ആ ജോലിയൊക്കെ രാജിവെച്ച് ഇവന് സിനിമാ നടനാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് സിനിമയുടെ പിന്നാലെ കൂടിയത്. ആ സമയത്ത് ഇവൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഇവൻ്റെ ബൈക്കിന് പെട്രോൾ അടിക്കണം, ഓരോ യാത്രയ്ക്കും പൈസ ആവശ്യമുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾക്കും പൈസ ആവശ്യമില്ലേ. ആ സമയത്ത് ഇവൻ്റെ കയ്യിലേക്ക് എല്ലാ മാസവും ഒരാൾ കൃത്യമായി 4,000 രൂപ വെച്ചു കൊടുക്കും. 4,000 രൂപ, അത് മതി, എമ്പാടും അത് മതി. അതാരായിരുന്നെന്നറിയോ? ഇവൻ്റെ ഈ ചേട്ടൻ. പക്ഷെ ചേട്ടൻ അന്ന് എത്രയായിരുന്നു ശമ്പളം എന്നറിയോ? 9,000 രൂപ. ആകെ 9,000 രൂപ കിട്ടുന്ന ഒരാള് 4,000 രൂപ സ്വന്തം അനുജൻ്റെ കിനാവുകൾക്ക് ഒരു താങ്ങാവാൻ 4,000 രൂപ ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്ത കഥ ഈ അനിയൻ എപ്പോഴാ പറയുന്നതെന്നറിയോ? കോടികൾ ശമ്പളം വാങ്ങുന്ന കാലത്ത്. കോടികൾ ശമ്പളം വാങ്ങുന്ന കാലത്ത് പഴയ 4,000-ന്റെ കഥ പറഞ്ഞ് കണ്ണ് നിറയുന്നതിൻ്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാവർക്കും ഉണ്ടാവില്ല. ആരൊക്കെ ആയി മാറുമ്പോഴും ചിലതൊന്നും മറക്കാതിരിക്കലാണ് ജീവിതത്തിൻ്റെ മഹത്വം. ടോവിനോ തോമസ് എന്ന സമീപകാലത്തെ ഏറ്റവും പ്രതിഭാശാലിയായ ചലച്ചിത്ര നടനാണ്. അയാളെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇതാണ്. കാരണം ഒരാളുടെ മഹത്വം അടയാളപ്പെടുത്തുന്നത് അയാൾ ആരൊക്കെ ആയിത്തീരുന്നു എന്നുള്ളതല്ല, ആരൊക്കെ ആയി മാറുമ്പോഴും അയാൾ ചിലതൊന്നും മറക്കരുത്.
അപ്പം ഞാനിവിടെ നിന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നെ മാത്രമല്ലേ കാണുന്നുള്ളൂ. ഞാനിങ്ങനെ മൈക്ക് പിടിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് കാരണക്കാരായ കുറേ മനുഷ്യന്മാരുണ്ട്. അവരൊന്നും നിങ്ങൾ ഓർക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ അവരെ മറക്കാൻ പറ്റൂല. എന്നെ ഞാനാക്കിയ മനുഷ്യന്മാരെ ഈ ആയുസിന്റെ അവസാനത്തെ നിമിഷത്തിൽ എൻ്റെ ഉള്ളിൽ ഉറവയായി അവരിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. ഗ്രാറ്റിറ്റ്യൂഡ്. ചില വേരുകളെ ഒരാൾ മറക്കാതിരിക്കുക. അപ്പം നമുക്ക് എന്താണോ ഉള്ളത് അതിലൊരാൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോഴേ, പഠിച്ചവനോടും മനുഷ്യന്മാരോടും എല്ലാവരോടും നമ്മുടെ ഉള്ളിലൊരു നന്ദി ഉണ്ടാകുമ്പോഴേ നമുക്ക് ഉള്ളതിലൊരു സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ ഉണ്ടാവില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നേരത്തെ പറഞ്ഞില്ലേ, ഭക്ഷണം കഴിക്കുന്ന ഓരോ നിമിഷവും ഈശ്വരനോട് എത്ര നന്ദിയുള്ളവരായിരിക്കണം അല്ലേ? എന്നിട്ട് നമ്മളെന്താ ചെയ്യുന്നത്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് മൊബൈൽ ഫോണിലേക്ക് നോക്കിയിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളത് ആസ്വദിക്കുന്നവരില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ കുവൈത്തിൽ. അവർക്ക് ഈ എന്താണ് റെസ്റ്റോറൻറ്റ് ഓണേഴ്സിൻ്റെ അസോസിയേഷനൊക്കെ ഉണ്ട്. അവൻ എന്നോട് പറഞ്ഞതാണ്, പണ്ടൊക്കെ അറബികൾ ഹോട്ടലിലേക്ക് വരും. അറബികൾ ഹോട്ടലിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ പേടിയാണ് മലയാളികൾക്ക്. കാരണം ഇവർ ഭയങ്കര പ്രശ്നക്കാരാണ്. ഇവർക്ക് എരിവ് പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ല. അപ്പോൾ അവർ ദേഷ്യപ്പെടും, ഭക്ഷണമൊക്കെ എടുത്തുവിട്ട് വലിച്ചെറിയും. അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഇവൻ പറഞ്ഞു. പക്ഷേ ഇപ്പം അതില്ല എന്ന് പറഞ്ഞു. ഇപ്പം അറബികൾ വന്നാൽ വളരെ സമാധാനത്തോടെ വളരെ ശാന്തരായി ഭക്ഷണം കഴിച്ചിട്ട് അവർ പോകും. എന്താ കാരണം എന്നറിയോ? കാരണം പറഞ്ഞപ്പോഴേ രസം. എന്താ? അവരിത് ആസ്വദിക്കുന്നില്ല. അവരിതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മെസ്സേജ് റിപ്ലൈ ചെയ്യുകയോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എരിവോ പുളിയോ മധുരമോ രുചിയോ പോലും അവരറിയുന്നോലുമില്ല. പിന്നെ ഇതിനെ കച്ചറ ഉണ്ടാക്കുന്നത് നമ്മളോ? ഏകദേശം ഇതേപോലെ തന്നെയല്ലേ? നമ്മളെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. നമ്മളെന്ന് അറിയുന്നത് ഒരു തെറ്റായ പ്രയോഗമാണ്. കാരണം എൻ്റെ ജീവിതം വെച്ച് നിങ്ങളുടെ ജീവിതത്തെ അളക്കാൻ പറ്റില്ല. സാധാരണ പ്രഭാഷണങ്ങളിൽ ഉണ്ടാകുന്നൊരു തെറ്റാണത്. നമ്മളില്ല. എൻ്റെ സ്കെയിൽ വെച്ച് നിങ്ങൾ അളക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എന്ന് പറയാം, ഞാൻ ചെയ്യുന്നു എന്ന് പറയും, നിങ്ങൾ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ ഏറ്റവും മൈൻഡ്ഫുള്ളായിട്ട് അത് ആസ്വദിക്കുക എന്നുള്ളതാണ്, കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് അല്ലേ? ശരിയല്ലേ? അതിൻ്റെ രുചിയൊക്കെ ആസ്വദിച്ചൊരാൾ കഴിക്കുക എന്നുള്ളതാണ്. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന് അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഈശ്വരനോട് അല്ലെങ്കിൽ തരുന്ന ആളോട് ഒക്കെ ഉണ്ടാവണം നന്ദി. എൻ്റെ ഒരു ഗുരു ഉണ്ട്, സമാധിയായി. ആള് സന്യാസിയായിരുന്നു, സ്വാമിജിയായിരുന്നു, തിരുവില്ലാമലയിലായിരുന്നു. സ്വാമി നിർമ്മലാനന്ദ ഗിരി മഹാരാജ് എന്നായിരുന്നു പേര്. സ്വാമിജി സമാധിയായി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നാണ്. വെറുതെ ഇങ്ങനെ പോയി ഇരുന്നാൽ മതി കുറച്ചു നേരം. അങ്ങനത്തെ ഒരു സാന്നിധ്യമായിരുന്നു. സ്വാമിജി പറയും, ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ പോലും ആ ഹോട്ടലിൻ്റെ ആളില്ലേ, ഉടമസ്ഥനില്ലേ, ആ ഭക്ഷണം ഉണ്ടാക്കിയ ആളില്ലേ, പറ്റെങ്കിൽ അവരോടൊക്കെ കണ്ടിട്ടൊന്ന് കൈപിടിച്ചിട്ട് സ്വാമിജിയുടെ ഭാഷയിലൊന്ന് നമസ്കരിക്കണമെന്ന്, അല്ലെങ്കിൽ ഒന്ന് നന്ദി പറയണമെന്ന്. നമ്മുടെ ഉള്ളിലേക്ക് അന്നം തരുന്ന മനുഷ്യന്മാർ. നമ്മൾ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് വേണ്ടി മരുന്ന് കണ്ടുപിടിച്ച എത്ര മനുഷ്യന്മാരുണ്ട്. നമുക്ക് വേണ്ടി വസ്ത്രം ഉണ്ടാക്കിയ എത്ര മനുഷ്യന്മാർ. നമ്മളിങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് പോലും എത്രയേറെ മനുഷ്യരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മളിങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കണം ഓരോരോ കാര്യങ്ങളും എന്നിങ്ങനെ വെറുതെ ആലോചിച്ചു. എണ്ണ തീരുമോ? ഇതിൻ്റെയൊക്കെ അപ്പുറം ഒരു വലിയ മഹാശക്തിയുടെ കരുണാപ്രവാഹവും ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. നമ്മുടെ അഹങ്കാരത്തിൻ്റെ മിനാരങ്ങളൊക്കെ, അഹങ്കാരത്തിൻ്റെ വലിയ ഉയർച്ച തോന്നുന്ന അനുഭവങ്ങളൊക്കെ ഇല്ലാതാക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് അത്. അഹങ്കാരം വേണം. ഭൂമിയോളം താഴെ ഒരാൾ എത്ര അങ്ങനെ താഴുന്നുണ്ടോ അത്രയുമാണ് അയാളുടെ മഹത്വം. പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ പാടമാണ്, വയലാണ്, കിഴക്കേപ്പുറം എന്നാണ് അവിടെ പറയുക.
അപ്പോൾ കിഴക്കേപ്പുറം വയലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് രാത്രിയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പോകുമ്പോൾ ഉമ്മ പറയും, കയ്യിൽ ടോർച്ചൊക്കെ ഉണ്ടാവും, എന്നാലും ഉമ്മ പറയും കാക്കക്ക് നോക്കണേ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായി കാക്ക എന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ കാക്കയെ നോക്കണമെന്ന് അങ്ങനെ എന്താണെന്ന് വിചാരിച്ചു. ഉമ്മ ഉദ്ദേശം എന്താണെന്ന് അറിയോ? കാൽക്കൾക്ക് നോക്കണേ എന്നാണ്. അതിൽ ലേ വിട്ട് കേൾക്കില്ല, കാക്കക്ക് നോക്കണേ എന്നാണ്. അന്ന് ഉമ്മ പറഞ്ഞത് ചെറിയൊരർത്ഥേ അതിനുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതിൻ്റെ വിപുലമായ അർത്ഥം എന്താണ്. വമ്പൻ നഗരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും മഹാസദസ്സുകളുടെ മുന്നിൽ നിൽക്കുമ്പോഴും എടാ കാക്കക്ക് നോക്കണേ, കാക്കക്ക് നോക്കണേ. എപ്പോഴാണ് ഒരാൾക്ക് ഉറുമ്പിനെ പോലെ തല താഴ്ന്ന വിനയമുണ്ടാകുന്നത്? എപ്പോഴാണ്? അയാൾക്ക് ചിലതൊന്നും മറക്കാതിരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് മലയാളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഡിക്ഷണറി ഉണ്ട്, മലയാള ഭാഷയുടെ ഡിക്ഷണറി കേട്ടോ. ശബ്ദ താരാവലി എന്നാണ് അതിൻ്റെ പേര്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വലിയ പുസ്തകം, 8,000-ഓളം പേജുണ്ട്. 8,000 അല്ല, 1,000-ഓളം പേജുകൾ, 1,000-ഓളം പേജുകളുള്ള വലിയ കട്ടിയുള്ളൊരു പുസ്തകം. ഒരാൾ 23 കൊല്ലത്തിലേറെ അധ്വാനിച്ച് ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ള എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒരു ഡിക്ഷണറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, താജ്മഹൽ ഉണ്ടാക്കാൻ വേണ്ടി അത്രയേറെ മനുഷ്യന്മാർ എത്ര കാലമാണോ കഷ്ടപ്പെട്ടത് അത്രയും കാലം ഒരാൾ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പുസ്തകത്തിൻ്റെ പേരാണ് ശബ്ദ താരാവലി. വല്ലാത്തൊരു പുസ്തകം കേട്ടോ. അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പുസ്തകത്തിൽ സുഖം എന്നൊരു വാക്കുണ്ട്. സുഖം, ആ വാക്കിൻ്റെ അർത്ഥമുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും അത് അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് ഇതിൻ്റെ ഓരോ പേജ് മറിക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കണേ. സുഖം. പക്ഷെ ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്, ലളിതം എന്നുള്ള വാക്ക് കേട്ടോ. എന്താണ് ലളിതം? ലളിതം എന്നുള്ള വാക്കിന് കൊടുത്ത അർത്ഥം എന്താണെന്നറിയോ? സുന്ദരം. എന്താണ്? വല്ല ബന്ധമുണ്ടോ അതിന്? ലളിതം എന്നുള്ള വാക്കിന് കൊടുത്ത കുറച്ച് അർത്ഥങ്ങളുണ്ട്, 3-4 അർത്ഥങ്ങളുണ്ട്. അതിലൊരർത്ഥം എന്താണ്? സുന്ദരം, ബ്യൂട്ടിഫുൾ. കാരണം എന്താണെന്നറിയോ? ലളിതമായതൊക്കെ സുന്ദരമാണ്. ഭംഗിയുള്ളൊരു ചെറിയ വീട് വലിയ കൊട്ടാരത്തേക്കാൾ ഭംഗിയാണ് അല്ലേ? അതുകൊണ്ടാണ് ഇന്ത്യയിലെ മഹാത്ഭുതം എന്ന് പറയുന്നത് താജ്മഹൽ അല്ല എന്ന് ഗുജറാത്തിലെ വാർധ എന്ന ചെറിയ ഒരു നാട്ടിലെ ചെറിയൊരു ആശ്രമം പോയി കണ്ടാൽ നമുക്കറിയാൻ പറ്റും. ഗാന്ധിജിയുടെ വാർധ ആശ്രമം. അവിടെ പോയി നോക്കിയാലേ ഒരു മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടാണ്. മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീട് കണ്ടാലറിയാം ഇന്ത്യയിലെ മഹാത്ഭുതം താജ്മഹൽ അല്ല എന്നും ഗാന്ധിജിയുടെ വാർധയിലെ ആശ്രമമാണ്. മുഹമ്മദ് നബിയുടെ വീടിനെ കുറിച്ച് എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ആ വീട്ടിലുണ്ടായുള്ള ആകെ സാധനങ്ങൾ എണ്ണി നോക്കിയിട്ട് കിട്ടിയത് 30-ൽ കുറച്ച് സാധനങ്ങൾ, 30-ൽ താഴെ ആകെ ഉണ്ടായിരുന്നതേ 30-ൽ താഴെ സാധനം. പക്ഷെ അങ്ങനെ ജീവിക്കണം എന്നൊന്നും നമ്മളോട് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെയും ജീവിക്കാമെന്ന് കാണിച്ചു തന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ജീവിക്കണമെന്നൊന്നും പറഞ്ഞില്ല, എവിടെയും പറഞ്ഞില്ല. അങ്ങനെയും ജീവിക്കാമെന്ന് പറഞ്ഞു തരികയാണ് ചെയ്തിട്ടുള്ളത്. വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ദാരിദ്ര്യത്തെ സ്വയം ഭരിച്ച മനുഷ്യന്മാർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഗാന്ധിജി രാഷ്ട്രപതിയാകുന്നായിരുന്നു. രാഷ്ട്രപതി ഭവൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിൽ ഒന്നാണ്. പക്ഷെ അത് ഉപേക്ഷിച്ച് ദാരിദ്ര്യത്തെ സ്വയം ഭരിച്ച മനുഷ്യൻ്റെ പേരായിരുന്നു ഗാന്ധിജി. കാരണം അവർക്കറിയാം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഹത്വമുള്ളൊരു കാര്യമാണ്. അത് ദാരിദ്ര്യം അനുഭവിച്ചവർക്കൊക്കെ അറിയാം. കുറെ കാലം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ദാരിദ്ര്യം ഭയങ്കര മഹത്വമുള്ളൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. ഉപ്പാക്ക് ഏറ്റവും വിഷമമുള്ള കാലത്തായിരുന്നു എൻ്റെ കുട്ടിക്കാലം. ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാകുന്നുണ്ട് ദാരിദ്ര്യത്തിൻ്റെ മഹത്വം എന്തായിരുന്നു.
ലളിതം എന്നുള്ള വാക്കിന് ശബ്ദധാരാവലി കൊടുത്ത അർത്ഥങ്ങളിൽ ഒന്ന് എന്താണ്? സുന്ദരം. കാരണം എന്താണ്? ലളിതമായതൊക്കെ സുന്ദരമാണ്. അഹങ്കാരമുള്ള വാക്കുകളും വെച്ചുകെട്ടിയ പെരുമാറ്റവും എത്ര പെട്ടെന്നാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെയുള്ള മനുഷ്യന്മാരെ നമുക്ക് മടുക്കുക. അവരെ നമുക്ക് മടുക്കും. വെച്ചുകെട്ടിയ പെരുമാറ്റമുള്ള മനുഷ്യന്മാരും അഹങ്കാരമുള്ള മനുഷ്യന്മാരും നമ്മുടെ ചിത്രത്തിലേ ഉണ്ടാവില്ല, നമ്മുടെ ആൽബത്തിൽ അവരില്ല. എന്നാൽ ചില മനുഷ്യന്മാര് നമ്മൾ മറക്കൂല അവരെ. എന്താ കാരണം? അവരുടെ ലാളിത്യമായിരിക്കും. പെരുമാറ്റത്തിലെ ലാളിത്യമാണ് കേട്ടോ ഉദ്ദേശം. ജീവിതം ഓരോരുത്തർ സൗകര്യമുള്ള പോലെ വീടുണ്ടാക്കുകയും വാഹനം വാങ്ങുകയൊക്കെ ചെയ്യും, അത് വേറെ കാര്യം. അതൊക്കെ നമ്മുടെ ആവശ്യങ്ങളും സൗകര്യങ്ങളും. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരാൾ പുലർത്തുന്ന ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ ഒരു പോകില്ല അല്ലേ? നമ്മളെടുക്കുന്ന എല്ലാ ഫോട്ടോസും സേവ് ചെയ്യോ? ചില ഫോട്ടോ മാത്രമല്ലേ സേവ് ചെയ്യുള്ളൂ അല്ലേ? കുറച്ച് ഫോട്ടോകൾ സേവ് ചെയ്യുള്ളൂ. എത്രയേ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. പക്ഷെ എല്ലാ ഫോട്ടോയും ആൽബത്തിലില്ലാത്ത, ഗാലറിയിൽ ഇല്ല എന്നുള്ളത് പോലെ തന്നെ ആ ഗാലറിയിലുള്ള 1000 ഫോട്ടോയിൽ നിന്ന് വളരെ കുറച്ച് ഫോട്ടോ മാത്രമേ നമ്മുടെ ഫേവറിറ്റിലേക്ക് നമ്മൾ സേവ് ചെയ്യൂ. ഫേവറിറ്റാക്കി വെക്കുന്നത് എത്ര കുറച്ച് ഫോട്ടോസാന്ന് ആലോചിച്ചു അല്ലേ? ഇതേപോലെ മനുഷ്യന്മാർ, നമ്മൾ എത്ര മനുഷ്യന്മാരെ കാണുന്നുണ്ട്, എത്ര മനുഷ്യന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വളരെ കുറച്ച് ആൾക്കാരെ നമ്മുടെ ഫേവറിറ്റ് ലിസ്റ്റിലേക്ക് കയറുള്ളൂ. എത്ര മാഷന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, എത്ര ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലോ ഏറ്റവും നല്ല ടീച്ചറെ അല്ലെങ്കിൽ ഏറ്റവും നല്ല മാഷയൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ എത്ര കുറച്ച് ആളുകളെയാണ് ഓർമ്മ വരുന്നത്? 1 2 ആളുകളാണ് ഓർമ്മ വരുന്നത്. 100 200 ആളുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഡിഗ്രിയും PGയും PhD ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് ഒരാൾ എത്ര മാഷന്മാരെ കണ്ടിട്ടുണ്ട്, ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട്. എന്നാലോ ഫേവറിറ്റ് ലിസ്റ്റിലുള്ള ആള് നല്ലോണം പഠിപ്പിച്ച ഒരാളൊന്നും ആവണമെന്നില്ല. അതാണ് അതിൻ്റെ രഹസ്യം. നല്ലോണം പഠിപ്പിച്ച ഒരാളൊന്നും ആവണമെന്നില്ല അല്ലേ? നമ്മളോട് കരുണ കാണിച്ച മനുഷ്യൻ, അവരെ നമ്മൾ മറക്കും. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയ മനുഷ്യൻ, അവരെ നമ്മൾ മറക്കും. രാമചന്ദ്രൻ കൊടുവള്ളി എന്നൊരാളുണ്ട്, മാഷാണ്. ഇവിടെ ഇല്ലല്ലോ അല്ലേ? ഇത് കൊടുവള്ളി അല്ലേ? ഇവിടെ ഇല്ലല്ലോ ആള് അല്ലേ? അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, മാഷ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അത് ഉണ്ടോ? ഈ മാഷ് ഒരു ദിവസവും ക്ലാസ്സിലേക്ക് ഒരു കുട്ടിയുണ്ട്, എല്ലാ ദിവസവും വൈകിയാണ് അവൻ വരുന്നത്. മാഷിക്ക് അവനോട് ചെറിയൊരു താല്പര്യക്കുറവുണ്ടാവാൻ തുടങ്ങി. കാരണം ഇവന് മാഷിനെ അപമാനിക്കുന്നത് പോലെ. മാഷ് കുറേ നേരമായിട്ട് ക്ലാസ്സിലുണ്ട്, എന്നിട്ട് ഇവൻ വരുന്നില്ല. ഇവൻ കുറേ വൈകിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവൻ വൈകി വന്നപ്പോൾ മാഷിക്ക് പെട്ടെന്നുണ്ടായൊരു ദേഷ്യം കൊണ്ട് ഇവനെ അടിച്ചു. സാധാരണ അടിയൊക്കെ കൊടുക്കാറുണ്ട്, ഈ അടി പക്ഷേ കുറച്ച് വല്ലാതെ ഊക്കധികമായി എന്ന് മാത്രമല്ല, ഇവൻ്റെ നഖമില്ലേ, ഇവൻ്റെ നഖം ഇങ്ങനെ തെറിച്ചുപോയി, ഇങ്ങനെ അറ്റു തൂങ്ങി. അടി കൃത്യമായി കൊണ്ടത് ഇവൻ്റെ നഖത്തിലാണ്. ഇങ്ങനെ അറ്റു തൂങ്ങി. ഇവനിങ്ങനെ കരയാൻ തുടങ്ങി, ചോരയൊക്കെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. മാഷ് പേടിച്ചു. മാഷ് വണ്ടി വിളിക്കുന്നു, ഇവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, ഇവൻ്റെ കൈയൊക്കെ കെട്ടുന്നു, അതിനുവേണ്ട ചികിത്സയും ഒക്കെ കൊടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് മാഷ് ഇവനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. വീട്ടിലേക്ക് എത്തുന്നു. വാതിൽ തുറക്കാൻ പോലും അവിടെ ആരുമില്ല. ഇവൻ തന്നെ വാതിൽ തുറക്കുന്നത്, ജനലിലൂടെ ഒക്കെ കൈയിട്ടിട്ടായിരിക്കും തുറക്കുന്നത്. അങ്ങനെ തുറന്ന് മാഷോട് അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു. ഇവൻ ഇതുവരെ മാഷോടൊന്നും പറഞ്ഞില്ല, ഒരു പരാതി പറഞ്ഞില്ല, എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചിട്ടില്ല, എനിക്ക് വേദനയുണ്ടെന്ന് പോലും ഇവൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ വീടിനകത്തേക്ക് കയറിയപ്പോൾ മാഷ് കാണുന്നത് വയ്യാതെ കിടക്കുന്ന ഒരമ്മയാണ്. ഒന്ന് എണീക്കാൻ പോലും കഴിയാത്ത, ചെരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്തൊരമ്മയാണ്. ആ അമ്മയ്ക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഇവനാണ്, ഈ 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. പിന്നെ ഒരു പശുവുണ്ട്, അതിനെ കറന്നെടുത്ത് അതിൻ്റെ പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി വിറ്റ് കൊടുത്ത് അമ്മയ്ക്ക് വേണ്ടത് മുഴുവനും കാര്യങ്ങളും ചെയ്തിട്ട് പുസ്തകവും പാത്രവും എടുത്തിട്ട് സ്കൂളിലേക്ക് ഓടി വരുന്ന കുട്ടിയില്ലേ, ചിലപ്പോൾ 5 മിനിറ്റ് വൈകുമെന്ന് മാഷക്ക് അന്ന് മനസ്സിലായി. ഒരു സ്കെയിൽ വെച്ച് എല്ലാ കുട്ടികളെയും അളക്കാൻ പറ്റില്ല എന്ന് മാഷക്ക് അന്ന് മനസ്സിലായി. എല്ലാ കുട്ടികൾക്കും കൊടുത്തത് ഒരേ ഹോംവർക്ക് തന്നെ ആയിരിക്കും, പക്ഷെ എല്ലാവരുടെ വീടും എല്ലാവരുടെ അവസ്ഥയും ഒന്നല്ല എന്ന് മാഷക്ക് അന്ന് കിട്ടിയൊരു വെളിച്ചം.
ആ മാഷ ഈ കുട്ടി മറക്കില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവള് ബേപ്പൂരാണ് വീട്. ബേപ്പൂരിൽ നിന്ന് പയ്യന്നൂരാണ് അവൾ PG ചെയ്യുന്നത്. പയ്യന്നൂരെത്തും എല്ലാ ദിവസവും പോയി വരുക. രാവിലെ 5 മണിക്കൊക്കെ ഇറങ്ങും, വൈകിട്ട് 10 മണിക്കൊക്കെ തിരിച്ചു വരും. അവൾക്കൊരു 3 വയസ്സുള്ള മോളുണ്ട്. അതുകൊണ്ട് ഇവള് ഹോസ്റ്റലിൽ നിൽക്കുന്നില്ല, കാരണം എല്ലാ ദിവസവും പോയിട്ട് വരും. കുട്ടിയെ നോക്കാനുള്ളത് കൊണ്ട്. അപ്പോൾ ഇവളുടെ ഒരു ദിവസം ഏകദേശം ബസ്സിലോ ട്രെയിനിലൊക്കെ ആയിരിക്കും. ഇവള് പഠിക്കുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയാണ്. ഒരു ദിവസം ടീച്ചർ ക്ലാസ് എടുക്കുന്നത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചായിരുന്നു. ഒരു ദിവസത്തെ ടൈം എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയല്ലേ പഠിപ്പിക്കുക. ഇതൊക്കെ കേട്ടിട്ട് ഇവൾക്ക് സങ്കടമായി. കാരണം ഇവളുടെ ഒരു ദിവസമല്ലേ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അവളുടെ മോളുടെ കഥകൾ കേട്ടിരിക്കാൻ പോലും കഴിയുന്നില്ല. അവളുടെ മോൾക്ക് വേണ്ട സമയം കൊടുക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ ആലോചിച്ചിട്ട് ഇവൾക്ക് സങ്കടമായി. അവളിങ്ങനെ കൈമറിച്ചിട്ട് ഇങ്ങനെ കണ്ണ് നിറയാൻ തുടങ്ങി. ഇവൾ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പോലും അറിയരുത് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൈവച്ചിട്ട് ഇവൾ കരയാൻ തുടങ്ങി. അപ്പോൾ ഒരാളിങ്ങനെ വന്നിട്ടേ അവളുടെ മെല്ലെ വന്നിട്ട് അവളെ ഇങ്ങനെ തൊട്ടു. എന്നിട്ട് പുറത്തിങ്ങനെ ഒഴിഞ്ഞു. അവളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഒരാൾ. അയാൾക്ക് മനസ്സിലായി ഇവളെ. അവളിങ്ങനെ മെല്ലെ നോക്കുമ്പോൾ ആരായിരുന്നു എന്നറിയാം? ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ടീച്ചർ. ആ ടീച്ചറെ ആ കുട്ടി ഒരിക്കലും മറക്കില്ല അല്ലേ? ടീച്ചർ പഠിപ്പിച്ചതൊക്കെ ചിലപ്പോൾ മറക്കും, പക്ഷെ ആ മൊമെൻ്റ് ഒരിക്കലും മറക്കും. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നിങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് കുറേ കുഴപ്പങ്ങളുണ്ടാവും. നിങ്ങളുടെ കണ്ണുകൊണ്ട് എന്നെ കണ്ടാലും കുറേ കുഴപ്പങ്ങളുണ്ടാവും അല്ലേ? പക്ഷെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യന് അയാളുടെ ഭാഗത്തു നിന്ന് കാണാൻ കഴിയലാണ് മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലുള്ള ഏറ്റവും വലിയ ക്വാളിറ്റിയിലാണ്. അപ്പോഴേ നമുക്ക് മനുഷ്യനെ വെൽക്കം ചെയ്യാൻ കഴിയുള്ളൂ, സ്വീകരിക്കാൻ കഴിയുള്ളൂ അല്ലേ? 800 കോടി മനുഷ്യന്മാരുള്ള ലോകമാണെന്ന് പറഞ്ഞില്ലേ? അതിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് എത്ര കുറച്ച് മനുഷ്യന്മാരായിരിക്കും അല്ലേ? നമ്മുടെ വീടിൽ എല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തുന്നൊരു വീടില്ലേ, ആ വീട്ടിൽ എത്ര കുറച്ച് മനുഷ്യന്മാരേ ഉള്ളൂ? 800 കോടി മനുഷ്യന്മാരുള്ള ലോകത്ത് നമ്മുടേത് എന്ന് പറഞ്ഞിട്ട് ആ വീടിൻ്റെ ഓരോ റൂമിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരെ എത്ര കുറച്ചാണ്. ആ മനുഷ്യന്മാർക്ക് വേണ്ടത് എന്താണോ അത് കൊടുക്കാൻ കഴിയും. വേറെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ശാന്തമായി ഉണരാനുള്ള രണ്ടാമത്തെ മരുന്നതാണ് നമ്മുടെ ബന്ധങ്ങളില്ലേ, ആ ബന്ധങ്ങൾക്ക് നമ്മൾ കൊടുക്കണ വിലയാണ്. ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ളൊരു പഠനമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടതായിരിക്കും. കഴിഞ്ഞ 75 കൊല്ലമായിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുക. കുറേ മനുഷ്യന്മാരിലൂടെ അവർ പഠിച്ചുകൊണ്ടിരിക്കുക, സർവേ നടത്തിക്കൊണ്ടിരിക്കുക. ആ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരിൽ ഇപ്പം ആകെ 20 ആളുകളെ ജീവിച്ചിരിപ്പുള്ളൂ. 1940കളിൽ തുടങ്ങിയ പഠനമാണ്. 1940കൾ മുതലുള്ള കുറേ മനുഷ്യന്മാർ, അത് വലിയ പൈസക്കാരായ ആളുകളുണ്ട്, വലിയ മത നേതാക്കളുണ്ട്, അതുപോലെ രാഷ്ട്രീയ നേതാക്കളുണ്ട്, ദരിദ്രരുണ്ട്, സാധാരണക്കാരുണ്ട്, കൂലിവേല ചെയ്യുന്നവരുണ്ട്, ഡ്രൈവർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്. സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള മനുഷ്യന്മാരെ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ആകെ 20 ആളുകളെ ബാക്കിയുള്ളൂ. അതിന് നേതൃത്വം കൊടുത്തതോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ. അവർക്കിപ്പോൾ ഒന്നിനും കഴിയില്ല, പക്ഷെ കുറച്ച് ആളുകൾ പത്രി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അവർക്ക് ബാക്കിയുള്ള മനുഷ്യർ. പക്ഷെ ആ പഠനം എന്താണെന്നറിയോ? മനുഷ്യന്മാർക്ക് ശരിക്കും സമാധാനം കിട്ടുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, എന്താണ് സമാധാനത്തിനുള്ള വഴി? പൈസയാണോ? സൗകര്യങ്ങളാണോ? വലിയ വീടാണോ? അതല്ലെങ്കിൽ അതുപോലെയുള്ള സൗകര്യങ്ങളോ, ജീവിതത്തിൽ കിട്ടുന്ന പ്രിവിലേജോ, ഇതൊക്കെയാണോ? എന്താണ് മനുഷ്യന് അടിസ്ഥാനപരമായി ഉള്ളിലൊരു സമാധാനം അനുഭവിക്കാനുള്ള വഴി എന്താണ്? ഒരു കണ്ടെത്തി എന്താണെന്നറിയോ? നമുക്കുള്ള മനുഷ്യന്മാരില്ലേ, ബന്ധങ്ങളില്ലേ, ആ ബന്ധങ്ങളെ ഊഷ്മളമായി കേടുപറ്റാതെ ഒരാൾ എത്ര കണ്ട് അതൊക്കെ നിലനിർത്താനും കേടുപറ്റാതിരിക്കാനും ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അത്രയുമാണ്. അതാണ് അങ്ങനെയുള്ളവർക്കാണ്
സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുക? ഞാൻ പറയണല്ലോ, കഴിഞ്ഞ 70-ലേറെ കൊല്ലമായി ഒരു യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി വിഭാഗം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർവേയിൽ നിന്ന് അവർ കണ്ടെത്തിയ കാര്യമാണ് പറയുന്നത്. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എത്തുന്ന ആ ചെറിയ വീടില്ലേ, അല്ലെങ്കിൽ ആ വലിയ വീടില്ലേ, ആ വീടിൻ്റെ ഓരോ റൂമിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരില്ലേ, 4-5 മനുഷ്യന്മാരല്ലേ ഉള്ളൂ, അല്ലേ? അവർ സമാധാനത്തോടെ ജീവിക്കണം. അതിന് ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്യണം. നമ്മൾ ചെടി നനക്കുമ്പോൾ എവിടെയാണ് വെള്ളം ഒഴിക്കുക? എവിടെ ഒഴിക്കുക? ഇലയിലാണോ? എവിടെ നനയ്ക്കുക? അടിയിൽ. ചെടിക്ക് വെള്ളം നനയ്ക്കുമ്പോൾ എവിടെയാണ് വെള്ളം നനയ്ക്കുക? ഇലയിലാണോ പൂക്കളിലാണോ? എവിടെ? വേരില്. മണ്ണിൽ നനയ്ക്കുന്നത് എന്തുകൊണ്ടാ? മണ്ണിൻ്റെ ഉള്ളിലാണല്ലോ വേര്, അല്ലേ? ഈ ചെടിക്ക് കാരണക്കാരായ ആളുകളെ കാണുന്നില്ല, ഒരു ഉള്ളില, അല്ലേ? പൂവറിയില്ല വേരറിഞ്ഞ കയ്പുകൾ എന്നൊരു കവിതയുണ്ട്. പൂവിന് മനസ്സിലാവില്ല വേരെത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നിട്ടോ കാണുന്നുണ്ടോ? ആരും കാണുന്നില്ല, അല്ലേ? ചെടി നനയ്ക്കുമ്പോൾ എവിടെയാ നനയ്ക്കുക? ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നോളൂ കേട്ടോ. ഇനി ഇത് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ആശയമാണ്. അതുകൊണ്ടാണ് ചെടി നനയ്ക്കുമ്പോൾ എവിടെയാണ് വെള്ളം നനയ്ക്കുക? വേരിലാണ് വെള്ളം നനയ്ക്കുക. വേരിൽ വെള്ളം നനച്ചാലുള്ള ഗുണം എന്താണ്? അത് ഇലയിലെത്തും, പൂക്കളിലെത്തും, മൊട്ടിലെത്തും, തണ്ടിലെത്തും, എല്ലായിടത്തും എത്തും. ഒരാൾ പൂക്കളിലാണ് വെള്ളം നനയ്ക്കുന്നതെങ്കിലോ അതെവിടെ എത്തൂല, അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് പോലൊരു കാര്യം ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും, തുള്ളിപ്പോവും, അല്ലേ? വേരിൽ വെള്ളം നനച്ചാൽ എല്ലായിടത്തും എത്തും. ഈ വേരാണ് നേരത്തെ പറഞ്ഞ 5 ആളുകളില്ലേ, അല്ലേ? ആ വീട്ടിലെ ഓരോ റൂമിൽ കിടന്നുറങ്ങുന്ന 3 ആളുകളോ 5 ആളുകളോ 10 ആളുകളോ 6 ആളുകളോ 2 ആളുകളോ ഇല്ലേ? നമ്മുടെ കുടുംബമില്ലേ? അതാണ് നമ്മുടെ വേര്. അവിടെ സമാധാനം ഇല്ലെങ്കിൽ ഒരാൾക്ക് വേറെ എവിടെയും സമാധാനം കിട്ടാൻ പോകുന്നില്ല. എൻ്റെ കുടുംബത്തിൽ എനിക്ക് സമാധാനമില്ല എങ്കിൽ എനിക്കിതും പിടിച്ചുകൊണ്ട് സമാധാനമായിട്ട് നിങ്ങളോട് വർത്തമാനം പറയാൻ കഴിയും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സമാധാനമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ശാന്തമായി ഇരിക്കാനും കഴിയും. ഒരു മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ കഴിയില്ല, ഒരു എഞ്ചിനീയർക്ക് അയാളെ കാര്യം ചെയ്യാൻ കഴിയില്ല, ഒരു മാഷിന് നന്നായി പഠിപ്പിക്കാൻ കഴിയില്ല, ഒരു ഭരണാധികാരിക്ക് നന്നായിട്ട് അയാളുടെ ജോലി ചെയ്യാൻ കഴിയില്ല, ഒരു ഡോക്ടർക്ക് അയാൾക്ക് സ്വസ്ഥമായി ജോലി ചെയ്യാൻ കഴിയില്ല. ഒന്നും നടക്കാൻ പാടില്ല. അതുകൊണ്ടേ ഞാൻ എൻ്റെ സമയത്തിൽ ഏറ്റവും നല്ല സമയം, ഞാൻ എൻ്റെ ശ്രദ്ധയിലെ ഏറ്റവും നല്ല ശ്രദ്ധ, ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല സ്നേഹം, അതാണ് എൻ്റെ വെള്ളം. ആ വെള്ളം കൊടുക്കേണ്ടത് ആർക്കാണെന്നറിയോ? എൻ്റെ വേരിനാണ്. പക്ഷെ ഞാനെന്ന ചെടിക്ക് വേര് മാത്രമൊന്നുമില്ല, വേറെ പലതുണ്ട്. പൂക്കളുണ്ട്, ഇലകളുണ്ട്, തണ്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. ചങ്ങാതിമാരുണ്ട്, കൂട്ടുകാരുണ്ട്, ക്ലാസ്മേറ്റ്സ് ഉണ്ട്, പിന്നെ അയൽക്കാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, ഓരോരോ സംഘടനകളിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ചെടിക്ക് ആവശ്യം തന്നെയാണ്. പക്ഷേ വേരുണങ്ങിയാൽ, എൻ്റെ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ എനിക്കൊരു നല്ല സുഹൃത്താകാൻ കഴിയില്ല, എനിക്കൊരു നല്ല രാഷ്ട്രീയക്കാരനാകാൻ കഴിയില്ല, എനിക്കൊരു നല്ല സാമൂഹ്യ പ്രവർത്തകനാകാനോ സാമൂഹിക ജീവിയാകാനോ കഴിയില്ല. ഒരു വർഷം അവസാനത്തിൻ്റെ തുമ്പിൽ നിൽക്കുന്ന ദിവസം, ഒരു വർഷം അവസാനിച്ച് അതിൻ്റെ ഇങ്ങനെ അറ്റത്ത് നിന്നുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ നമ്മൾ പിന്നെയും ആലോചിക്കേണ്ടത് നമ്മുടെ വേരെന്തായി എന്നുള്ളത്. പൂക്കളെന്തായി എന്നല്ല, ചെടികളെന്തായി എന്നല്ല. നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാർക്ക് നമ്മൾ കാരണം ജീവിതം മടുത്തിട്ടുണ്ടോ? നമ്മൾ കാരണം സമാധാനം പോയിട്ടുണ്ടോ? നമ്മുടെ മനുഷ്യന്മാർക്ക് നമ്മൾ കാരണം ജീവിതത്തോടെ എന്തെങ്കിലും ഒരു നിരാശ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ബൈബിള് പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുപറ്റി,
ഞാനൊരാളെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചിട്ടില്ല, ഇനി എന്ത് ചെയ്യണം? അതിൽ കരഞ്ഞുകൊണ്ടിരിക്കണോ? വേണ്ടടാ, കൂടുതൽ സ്നേഹിക്കുക. ബൈബിളിൻ്റെ വാക്യമാണ്, എന്ത് രസമുള്ള വാക്യം. എന്നിട്ട് കൂടുതൽ സ്നേഹിക്കുക. പശ്ചാത്താപമാണ്, പരിഹാരമാണ്. ഒരു വർഷത്തിൻ്റെ അവസാനത്തെ അറ്റത്ത് നിൽക്കുന്ന ഈ സമയം നമ്മൾ ആലോചിക്കണം, നമ്മുടെ വേര് എന്തായി? പൂക്കളൊക്കെ അടിപൊളിയാ, ഇലയും അടിപൊളിയാ, ഒക്കെ അടിപൊളിയാ, പുതിയ മുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മുടെ വേരെന്തായി? നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് എത്ര മനസ്സിലായിട്ടുണ്ട്? പലപ്പോഴും പ്രഭാഷണങ്ങളിലൊക്കെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് പൊലിപ്പിക്കാറുള്ളത് അമ്മയെക്കുറിച്ചാണ് അല്ലേ? ഒരു വീട്ടിലെ അമ്മ ചെയ്യുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ, ഇതൊക്കെയാണ് പറയുക. പലപ്പോഴും ഇങ്ങനെ മറഞ്ഞു പോകുന്ന ഒരാളാണ്, ചരിത്രത്തിൽ നിന്ന് തന്നെ മറഞ്ഞു പോകുന്ന ഒരാളാണ് ആര്? അച്ഛൻ. അച്ഛനെവിടെ ഇല്ലല്ലോ. നമ്മുടെ ബന്നമാഷ് പോയോ ഇവിടെ? ബന്നമാഷിൻ്റെ കഥകളുടെ ഒരു ഓഡിയോ വേർഷനുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? കഥകൾ അദ്ദേഹം ഓഡിയോ ആയിട്ട് പറഞ്ഞു തരും. അങ്ങനെ ഞാൻ കേട്ടൊരു കഥയുണ്ട്, വായിച്ചതല്ല കേട്ടതാണ്. നമ്മുടെ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൻ്റെ വരൂ അരികിലിരിക്കൂ. മാഷിക്ക് എന്താ തോന്നിയ വായിച്ചപ്പോൾ? അസാധ്യമായൊരു സ്റ്റോറിയാട്ടോ. ഒരച്ഛനാ, ഒരു വീട്ടിൽ ഇങ്ങനെ അനാഥനാകുന്ന ഒരു അച്ഛനെ കുറിച്ചാണ്. അയാൾ കുറേ കാലം ഗൾഫിലൊക്കെ പോയിട്ട് അധ്വാനിച്ച് അങ്ങനെ അയാളുടെ ചോരയും നീരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ പതുക്കെ അയാളിങ്ങനെ ആ വീടിൻ്റെ മൂലയിലാവും. അതാണ് സ്റ്റോറി. ആ കഥയുടെ അവസാനത്തെ വരി ഇങ്ങനെയാണ്: ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അരക്ഷിതനായ ജീവിയാണ് പുരുഷൻ. ഈ പ്രപഞ്ചത്തിലെ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ അച്ഛനെയാണ് കേട്ടോ, അല്ലെങ്കിൽ വാപ്പയെയാണ് കേട്ടോ. എന്താണ് കഥകാരന് അവസാനം പറയാ? പുരുഷൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അരക്ഷിതനായ ജീവിയാണ്. മക്കളുണ്ടാകുന്നതോടെ അയാളുടെ ഭാര്യയ്ക്ക് പോലും അയാളെ വേണ്ട. മുറ്റത്തെ കുറ്റിമുല്ലയുടെ ചെടി പെട്ടെന്നൊരു ദിവസം ഒരു ചൂലായി മാറി മൂലയിലിരിക്കുന്നത് പോലെ അയാൾ ഉപേക്ഷിക്കപ്പെടുന്നു. ഉള്ളിലെ സ്നേഹം പോലും മക്കളോട് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ, ഉള്ളിലെ സങ്കടങ്ങൾ ഒരാളോടും പറയാതെ, പ്രതിസന്ധികൾ എന്തൊക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പോലും ഒരാളോട് ഷെയർ ചെയ്യാതെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന മനുഷ്യന്മാരാണ് പൊതുവെ അച്ഛന്മാർ അല്ലേ? ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. ഒരു പാചക മത്സരമാണ്. അപ്പോൾ ഒരു കുട്ടി അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളൊരു പാത്രം ഇങ്ങനെ പെട്ടെന്ന് തുറക്കണം. ചെറിയ സമയം കൊണ്ടാണ് പാചകം ഉണ്ടാക്കുന്നത്. 1 മിനിറ്റൊക്കെ കൊടുത്തിട്ടാണ്, 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന പാചകം. അപ്പോൾ ഈ പാത്രം തുറക്കാൻ പറ്റുന്നില്ല. അവൾ ഓടുന്ന എങ്ങോട്ടാ? അച്ഛൻ്റെ അടുത്തേക്കാണ്. അച്ഛൻ അവിടെ കൂടി നിൽക്കുന്ന 100 കണക്കിന് മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യനിൽ നിന്ന് ഏറ്റവും സുരക്ഷിതമായി ഓടി അണയാൻ കഴിയുന്ന ഒരു ചൂടുണ്ടെങ്കിൽ അവൾക്കറിയാം, നിരുപാധികം എന്നെ സ്വീകരിക്കുന്ന മനുഷ്യൻ അല്ലേ? നമ്മളെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ അപ്പയില്ലേ? അപ്പ നമ്മൾ കമ്മ്യൂണിസ്റ്റ് അപ്പ എന്ന് പറയില്ലേ? ഇവിടെ എന്താ പറയുക? കമ്മ്യൂണിസ്റ്റ് അപ്പ. പണ്ട് കമ്മ്യൂണിസം ലോകത്ത് മുഴുവനും വളരെ പെട്ടെന്ന് വ്യാപിച്ചിരുന്നു. അതുപോലെ പെട്ടെന്ന് വ്യാപിച്ചിരുന്നൊരു ചെടിയായിരുന്നു എന്ത്? അപ്പ. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് അപ്പ എന്ന് പേര് കിട്ടി. ശരിക്കും അതിൻ്റെ നിറം എന്താണ്? ചുവപ്പല്ല, എന്താണ്? പച്ച. ഈ അപ്പയ്ക്കൊരു പ്രത്യേകത ഉണ്ടെന്നറിയോ? നമുക്ക് അറിയാമല്ലോ അല്ലേ? പെട്ടെന്ന് മുറിയൊക്കെ ആയാൽ അതിൻ്റെ തുമ്പ് ഇങ്ങനെ ഒടിച്ചിട്ട് അതിൻ്റെ നീര് നമ്മുടെ മുറിയിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. പെട്ടെന്ന് കിട്ടുന്ന പച്ചമരുന്നാണ് അല്ലേ? എന്ത്? അപ്പ. എന്താണ്? അപ്പ. ക്രൈസ്തവര്
ക്രിസ്ത്യാൻ സഹോദരങ്ങൾ അവരുടെ വീട്ടിലുള്ള അച്ഛനെ വിളിക്കുന്ന പേരെന്താണെന്നറിയാം? അപ്പ. നമ്മുടെ പെട്ടെന്നുണ്ടാകുന്ന മുറിവുകളില്ലേ, അതിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റിയ വീട്ടിൻ്റെ ഉള്ളിലെ പച്ചമരുന്നിൻ്റെ പേരാണ് അപ്പ. അപ്പ അപ്പ. ആ വിളിയുടെ അകത്ത് പോലും ഒരു പച്ചമരുന്നിനുള്ള ക്ഷണപത്രമുണ്ട്. അപ്പ അപ്പ. അത് ബൈബിളിൽ ദൈവത്തിന് പറയുന്ന പേര് പോലും എന്താ? അപ്പൻ എന്നാണ്. അപ്പ, ഫാദർ എന്നാണ്. അതിന് കൊടുക്കാവുന്ന ഏറ്റവും മോശം അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത് മലയാളത്തിൽ. പിതാവ്. ആരെങ്കിലും അങ്ങനെ വിളിക്കുക? പിതാവേന്ന് വിളിക്കും, വാപ്പച്ചിന്ന് വിളിക്കും. നിങ്ങളൊക്കെ എന്താ വിളിക്കുക? വാച്ചി എന്നല്ലേ ഇവിടെ വിളിക്കുക അല്ലേ? നിങ്ങളുടെ ഈ ഏരിയയിൽ വാച്ചി എന്നാണ്. എന്ത് രസമുള്ളൊരു വിളിയണതില്ലേ, വാച്ചി. വാച്ചി വാപ്പച്ചിയാണ്. അപ്പാ പോയി, വാച്ചി. അപ്പച്ചി എന്ന് വിളിക്കുന്നത്, അപ്പ എന്ന് വിളിക്കുന്നവരുണ്ട്. ആ വിളിയിൽ ഏറ്റവും രസമുള്ള വിളിയാണ് അപ്പ. കാരണം അതിനകത്ത് ഇതുണ്ട്. പക്ഷേ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ആ പച്ചമരുന്ന് പതുക്കെ പതുക്കെ അങ്ങനെ നീങ്ങിപ്പോയി. ആർക്കും വേണ്ട. വാർദ്ധക്യമൊക്കെ എത്തുന്നതോടുകൂടി ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവണ ഒരരക്ഷിതത്വമുണ്ട്. അപ്പ. സങ്കടങ്ങളൊന്നും പറയൂല കേട്ടോ. പുരുഷൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു വിഷമം വന്നാൽ ആരോടും പറയുമൊന്നുമില്ല. നിങ്ങൾ എത്ര വേണമെങ്കിലും ചെന്ന് ചോദിച്ചോളൂ, പറയൂല. എത്ര നിർബന്ധിച്ചാലും പറഞ്ഞു തരില്ല. അവസാനം പറയും എനിക്കൊരു സ്വസ്ഥത തന്നാൽ മതി എന്നൊക്കെ പറയും അല്ലേ? കാരണം ഒരാളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടില്ല. അതെല്ലാ പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾ നേരെ തിരിച്ചാണ് അല്ലേ? ഒരു വിഷമം വരുമ്പോൾ അവൾക്കത് പറയാന്നുള്ളതാണ് ഒന്നാമത്തെ മരുന്ന്. ആരോടെങ്കിലും ഒന്ന് പറയണം. പറയണം എന്തിനാ? പരിഹാരം കിട്ടാനൊന്നുമല്ല കേട്ടോ. ഭയങ്കര ഒരു സംഭവമാണത്. സ്ത്രീയും പുരുഷനും എങ്ങനെയാണ് സങ്കടങ്ങളെ സ്വീകരിക്കുന്നത്. പുരുഷനൊരു സങ്കടം വന്നാൽ അവൻ ആരോടും പറയുന്നില്ല, അവനതിനൊരു പരിഹാരം കിട്ടണം. അത്രേ ഉള്ളൂ. പരിഹാരം കിട്ടുന്നത് വരെ അവനൊരു ഗുഹയുടെ അകത്തേക്ക് കയറുന്നത് പോലെയാണ്. അത് വണ്ടിയിൽ ഇരിക്കലാവാം, പുതപ്പിൻ്റെ ഉള്ളിലാവാം, റൂമിൻ്റെ ഉള്ളിലാവാം, എവിടെങ്കിലും അവന് സ്വസ്ഥമായിട്ട് ഇരിക്കണം. ആരും വരരുത്. മക്കളോട് പോലും ദേഷ്യപ്പെടും. പലപ്പോഴും മക്കളെ അടിച്ചിട്ടുള്ളത് മക്കളുടെ കുഴപ്പം കൊണ്ടാണോ? നമ്മുടെ ദേഷ്യം കൊണ്ടല്ലേ? അല്ലേ? അല്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെന്താ പറയുക? അപ്പക്ക് പെട്ടെന്നൊരു ദേഷ്യം വന്നുകൊണ്ട് അടിച്ചാണ്ടെന്നാ പറയുക. മക്കൾ കിട്ടിയ അടി മുഴുവനും അവരുടെ കുഴപ്പം കൊണ്ടല്ല. അവർ കുട്ടികളായതുകൊണ്ട് അതൊക്കെ ചെയ്യായിരിക്കും. കുഴപ്പങ്ങൾ വരും, കുസൃതികൾ വരും, കുരുത്തക്കേടുകൾ വരും. പക്ഷെ അടിച്ചത് എന്തുണ്ടാ? നമ്മുടെ ദേഷ്യം കൊണ്ട്. ദേഷ്യം ഉണ്ടായത് എവിടുന്നാ? ചിലപ്പോൾ ആ കുട്ടി അതിനൊരു കാരണക്കാരനേ ആകില്ല. പുറത്തുനിന്നുണ്ടായ ദേഷ്യമായിരിക്കും, കച്ചവടത്തിലുണ്ടായ ദേഷ്യമായിരിക്കും, സ്റ്റാഫിൻ്റെ അടുത്തു നിന്നുണ്ടായ ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിൽ വേറെ ആരോടെങ്കിലും ഉണ്ടായ ദേഷ്യം. നമ്മൾ പറഞ്ഞേ എന്തേനും നമ്മൾ പറഞ്ഞെന്തേനും അപ്പയല്ല അവിടെ നിന്നൊക്കെ പോന്നിട്ട് എന്തിനു പറഞ്ഞ കുട്ടികളടിക്കുന്ന അതൊന്നല്ല, വേറെ എന്തൊരു കാര്യം പറയുന്നത്. വേറെയാണല്ലേ അല്ലേ? ഇപ്പം അവസാനം പറഞ്ഞ എന്തായിരുന്നു? പുരുഷനാ. യെസ്, താങ്ക് യു. നിങ്ങളുടെ പേരെന്താ? നിങ്ങൾ നല്ലൊരു സ്റ്റുഡൻ്റാണ്. പുരുഷന്മാർ സങ്കടം വന്നാൽ ആരോടും പറയില്ല. അപ്പം നമ്മൾ വിചാരിക്കുക എന്താണ്, നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കൂലേ? നിങ്ങൾ രാവിലെ പോയ ആളല്ലല്ലോ, വൈകിട്ട് വരുമ്പോൾ എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കില്ലേ? പറയൂല. അത് പുരുഷൻ്റെ പ്രത്യേകതയാണ്. അവനതിന് പരിഹാരം കിട്ടണം. എന്നാലോ സ്ത്രീ നേരെ തിരിച്ചുമാണ്. അവൾക്കൊരു സങ്കടം വന്നാൽ പരിഹാരം കിട്ടുന്നതിനേക്കാൾ അത് അവൾക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം. ആരോട് ആദ്യം വന്ന് ഷെയർ ചെയ്യുക? നമ്മളോട്. നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എന്ത് കൊടുക്കും? പരിഹാരം. ഇതല്ലേ? അവൾക്ക് എന്ത് വേണ്ട? പരിഹാരം വേണ്ട. അത് പിന്നെ വന്നോളൂ. ആദ്യം അവൾക്ക് എന്ത് വേണം? ഇത് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം. അതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണൽ ജീവിയാണ്. അവൾക്ക് സങ്കടമാവട്ടെ, സന്തോഷമാവട്ടെ, പിന്നെ എല്ലാ ഫീലിങ്ങും അവൾക്ക് എക്സ്ട്രീമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തലച്ചോറിൻ്റെ 2 ഭാഗങ്ങൾ ഒരേപോലെ വർക്ക് ചെയ്യും. സങ്കടം വന്നാലും കൂടുതൽ സങ്കടമായിരിക്കും. സങ്കടമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അവൾക്ക് വരും.
സന്തോഷം വരുമ്പോഴും എല്ലാ സന്തോഷങ്ങളെയും ഒരുപോലെ അവൾ മനസ്സിലേക്ക് ഓർത്തെടുക്കും അല്ലേ? ഇന്നുണ്ടായൊരു സംഭവം എങ്ങനെയാണ് അവൾ പറയുക? അതുപോലൊരു സംഭവം 10 കൊല്ലം മുമ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതാണ് ആദ്യം പറയുക അല്ലേ? അല്ലേ? അതെന്തുകൊണ്ടാ? അവൾ കണക്ട് ചെയ്യും. പണ്ടൊരു മാഷ് കല്യാണം കഴിച്ചൊരു കഥയുണ്ട്. എനിക്ക് തമാശ പറയാനൊന്നും അറിയില്ല, ചിലപ്പോൾ ഇത് തമാശയായിട്ടൊന്നും മാറൂല. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആസ്വദിച്ചാൽ മതിട്ടാ. ഇത് തമാശയാണ് ശരിക്കും, എനിക്കത് പറയാൻ കഴിയുമെന്ന് അറിയില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പം മാഷി കല്യാണം കഴിഞ്ഞ് പുതിയ പെണ്ണാണല്ലോ. അപ്പോൾ അവളോട് ഒരു ദിവസം പറഞ്ഞു, എൻ്റെ ക്ലാസ്സിൽ ബിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോളുണ്ട്, അവളുടെ നെറ്റിയിൽ നല്ല രസമുള്ളൊരു മറുകുണ്ട്, ആ മറുക് ഭയങ്കര ഭംഗിയാണ്, ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഞാനത് ശ്രദ്ധിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. കുറേ കാലം കഴിഞ്ഞ് അയാൾ പെൻഷനൊക്കെ പറ്റി, റിട്ടയർഡായി. ഒരു ദിവസം രാത്രി ഇങ്ങനെ തപ്പിപ്പിടിച്ച് വരുന്ന സമയത്ത് കല്ലിൽ തട്ടിയിട്ട് ആൾ വീണ്. ഭാര്യ ഓടി വന്നിട്ട് ടോർച്ചും കൊണ്ട് ഓടി വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ കല്ല് കണ്ടില്ല എന്ന് പറഞ്ഞു. മുന്നിലെ കല്ല് കണ്ടില്ല. ഉടനടി 50-40 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് നിന്നൊരു സംഭവത്തെ ഇങ്ങനെ പെറുക്കിയെടുത്തിട്ട് പറഞ്ഞു, ബിന്ദുവിൻ്റെ നെറ്റിയിലെ മറുക് കാണാൻ കഴിഞ്ഞു, മുന്നിൽ എത്രയും വലിയ കല്ല് കാണാൻ കഴിഞ്ഞില്ലേ? ഇതാണ് കണക്ട്. ഇതെല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. സന്തോഷങ്ങളിലുണ്ടാവും, സങ്കടങ്ങളിലുണ്ടാവും, പരാതികളിലുണ്ടാവും, പരിഭവങ്ങളിലുണ്ടാവും, സ്നേഹത്തിലുണ്ടാവും. ഇമോഷണലാണ്, അടിമുടി ഇമോഷണലാണ്. അതുകൊണ്ടാണ് അവൾക്ക് അമ്മയാകാൻ കഴിയുന്നത്, അതുകൊണ്ടാണ് അവൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നത്, അതുകൊണ്ടാണ് അവൾക്ക് കാത്തിരിക്കാൻ കഴിയുന്നത്. അമ്മ ആശുപത്രിയിലായാൽ പോലും, ഉമ്മ ആശുപത്രിയിലായാൽ പോലും നമ്മൾ എത്ര ദിവസം ഉറക്കൊഴിക്കും? ഏറി വന്നാൽ ഒരു ദിവസം, പിറ്റേന്ന് ആരെ വിളിക്കും? പെങ്ങളെ വിളിക്കും. എന്നിട്ട് പറയും, ഇനി നീ വന്നിരിക്കടാ, എനിക്ക് പറ്റുന്നില്ല, ഉറക്കൊഴിക്കാൻ പറ്റുന്നില്ല. അവൾ എത്ര ദിവസം വേണേലും ഉറക്കൊഴിക്കും, കാത്തിരിക്കും, 9 മാസവും കാത്തിരിക്കും. അവൾ അടിമുടി അമ്മയാക്കി വെച്ചിരിക്കുക അല്ലേ? അടിമുടി അമ്മയാ, അടിമുടിയാ. ചെറിയ കുഞ്ഞിന് പോലും അവൾ അമ്മയാ. പെണ്ണിനൊരു ഉണ്ണിക്കിടാവിൻ മുഖശ്രീ, കണ്ണിന് നൽകുന്ന കൗതൂഹലം പോൽ മണ്ണിനു മേലില്ല മറ്റൊന്നു മല്ലീപ്പൊടി, പെണ്ണിനുമുണ്ടാ അടങ്ങാത്ത ദാഹം. എന്തൊരു കവിതയാണെന്നറിയാം. പെണ്ണിന് ഒരു ഉണ്ണിക്കിടാവിൻ്റെ മുഖശ്രീ, കണ്ണിന് നൽകുന്ന കൗതുകല്ലേ, അതുപോലൊന്നും മണ്ണിനു മേലില്ല മറ്റൊന്നും മല്ലീപ്പൊടി, പെണ്ണിനുമുണ്ട് അടങ്ങാത്ത ദാഹം. എന്തിന്? അമ്മയാണ്. അതുകൊണ്ട് ഒരു ആൺകുട്ടിയുടെ കയ്യിലേക്ക് നിങ്ങൾ ഒരു പാവക്കുട്ടിയെ വെച്ച് കൊടുത്തു നോക്കൂ. പാവക്കുട്ടി കുറച്ച് സമയം കഴിഞ്ഞാൽ അവനതിനെ തോക്കാക്കി മാറ്റും അല്ലേ? എന്നാലൊരു പെൺകുട്ടിയുടെ കയ്യിലേക്ക് ഒരു തോക്ക് വെച്ച് കൊടുത്തു നോക്കൂ, കുറച്ച് സമയം കഴിഞ്ഞാൽ അവൾ അതിനെ ഒരു പാവക്കുട്ടിയാക്കിയിട്ട് മാറ്റും. തോളിലിട്ടിട്ട് ഇങ്ങനെ ഉറക്കുന്നത് കാണും. ആരാ? തോക്ക്. പെണ്ണിനൊരു ഉണ്ണിക്കിടാവിൻ മുഖശ്രീ, അടിമുടി അമ്മയാ, അമ്മ. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു യാത്ര പോയിരുന്നു കേട്ടോ, ഇവിടെ കുവൈത്തിൽ. അപ്പോൾ അവിടെ 4 പ്രോഗ്രാമിലാണ് പങ്കെടുത്തത്. ഈ 4 പ്രോഗ്രാമിൽ ഒരേ ഡ്രസ്സാണ് ഇട്ട്, ഒരു കറുത്ത ടീഷർട്ട്, ഇതേപോലത്തെ ഒരു ടീഷർട്ട്. തേക്കൊന്നും വേണ്ടല്ലോ, അലക്കിയാൽ മതി ഇടയ്ക്കിടയ്ക്ക്, തേക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇട്ടിരുന്നത്, തേക്കാൻ മടിയായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇടുന്നത്. അപ്പോൾ കറുത്ത ടീഷർട്ടാണ് എല്ലാ ദിവസവും ഇട്ടത്. അപ്പം ഞാൻ അവിടുന്ന് തിരിച്ചു പോരുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ വെറുതെ ഇങ്ങനെ കറങ്ങുകയാണ്, അതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യും. അപ്പം എന്നോട് നമ്മുടെ പ്രോഗ്രാം ചെയ്തൊരാളുണ്ട്, അദ്ദേഹം എന്നോട് ചോദിച്ചു, അല്ല എല്ലാ ദിവസവും ഒരു ടീഷർട്ടാണല്ലോ, ചോദിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്, ഇത് ഒരേ ടീഷർട്ടാണോ അല്ല പല പല ടീഷർട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കറുത്ത വസ്ത്രവും ഇഷ്ടമാണ്, പിന്നെ ടീഷർട്ടും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഇടുന്നതെന്ന്. അപ്പം എന്നോട് പറഞ്ഞു, അല്ല ഒരു സംഭവമുണ്ട്. എന്നോട് എൻ്റെ വൈഫ് പറഞ്ഞു, അദ്ദേഹം പറയാ, എന്നോട് എൻ്റെ വൈഫ് പറഞ്ഞു, അല്ല മൂപ്പര് വേറെ ഡ്രസ്സ് കൊണ്ടുവരാൻ മറന്നുപോയതാണോ, അതുകൊണ്ടിരിക്കും ഒരേ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ടിരിക്കണത്. സത്യത്തിൽ അതായിരുന്നു, സത്യത്തിൽ അതാണ് സംഭവിച്ചത്. കാരണം ഞാൻ ഡ്രസ്സ് വെച്ച എന്തോ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അത് മറന്നുപോയി. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ വിചാരിക്കുന്ന ആ പ്രോഗ്രാമിൽ എത്ര ആളുകൾ പങ്കെടുത്തിട്ടുണ്ടാവും?
അവരൊന്നും ഇത് ആലോചിച്ചിട്ടില്ലല്ലോ. പക്ഷെ ആ സ്ത്രീ ഇല്ലേ, അവര് ഒരൊറ്റ നിമിഷം അമ്മയായിട്ട് ആലോചിച്ചു. അതാണ് ഒരമ്മയ്ക്ക് മാത്രമേ ഇത് ചിന്തിക്കാൻ കഴിയുള്ളൂ. എൻ്റെ വസ്ത്രം ഇവിടെ ഇങ്ങനെ കീറിയിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. നിങ്ങളൊക്കെ എന്താ വിചാരിക്കുക? എന്തൊരു ലാളിത്യമുള്ള മനുഷ്യനാണ്, കീറിയ വസ്ത്രം പോലും പൊതുസദസ്സിലിടുന്നു എന്നൊക്കെയല്ലേ വിചാരിക്കുക. ഇവരെന്താ വിചാരിക്കുക? അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഞാനത് തുന്നിക്കൊടുക്കുമല്ലോ. അല്ലേ? അമ്മ. അതുകൊണ്ട് ഗർഭപാത്രം ഉള്ളിലുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് ജീവിതത്തിൽ ഒരു 13 വയസ്സ് മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ, ഗർഭപാത്രം ഉള്ളിലുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഒരായുസ് മുഴുവനും അനുഭവിക്കുന്നത് എന്ന് ഒരു നിമിഷം നമ്മളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ കാലിൽ ഉമ്മ കൊടുക്കും. അവൾക്ക് വേണ്ടിയാണോ? അവൾക്ക് വേണ്ടിയാണോ? ഈ മനുഷ്യവംശത്തിന് വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ അവളുടെ ഔദാര്യമാണ്. അതുകൊണ്ടാണ് പ്ലീസ് എന്ന് പറഞ്ഞിട്ടല്ലാതെ ഒരു കാര്യവും പ്രവാചക തിരുമേനി ഭാര്യമാരോട് പറയില്ലായിരുന്നു. പ്ലീസ് എന്നതിന് അവിടെ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ. ഇപ്പം ഹിറാ ഗുഹയിൽ വെച്ചിട്ട് ആണ് പ്രവാചകനാവുന്നത്. മാലാഖ വന്നിട്ട് ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പറയുകയും പ്രവാചകനാണ് എന്നറിയാം. ഭയങ്കര പേടിച്ചു പോയി. പിന്നെ മാലാഖയെ ആദ്യമായി കണ്ട എല്ലാ പേടിയുണ്ട്. അങ്ങനെ ഓടി വന്നിട്ട് എങ്ങോട്ടാണ് ഓടി വരുന്നത്? വീട്ടിലേക്കാണ് ഓടി വരുന്നത്. വീട്ടിലേക്ക് ഓടി വന്നിട്ട് ഭാര്യയോട് പറഞ്ഞൊരു വാക്കുണ്ട്. ആർക്കെങ്കിലും അറിയോ? ജമ്മിലൂനി. അറബിയാണ്. വാക്കിന് ഇത്രയും അർത്ഥമുള്ളൂ. എന്നെ പുതപ്പിട്ട് എനിക്കൊരു പുതപ്പ് തരുമെന്നാണ്. പനിക്കുന്നത് പോലെ തോന്നുകയാണ്. എനിക്കൊരു പുതപ്പ് തരുമെന്ന്. എന്ത് പുതപ്പ്? ഷീലേൻ്റെ പുതപ്പാണോ? ആണോ? കമ്പിളി പുതപ്പാ? അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് പോയപ്പോഴേ അവിടെയൊക്കെ പുതപ്പുണ്ടാവില്ലേ? ഈ ആളോട് വന്നത് പറഞ്ഞ എന്തിനാ? ഒരു തുണിശീല കൊണ്ട് എന്നെ പുതപ്പിക്കൂന്നല്ല, നിന്റെ ഇളം ചൂടുള്ള ശരീരം കൊണ്ട് എന്നെ ഒന്ന് പുതക്കൂന്ന, എന്നൊന്ന് കെട്ടിപ്പിടിക്കണമെന്ന്. എനിക്കൊരു മനുഷ്യൻ്റെ ചൂട് വേണം. ആരുടേതിലും പോരാ, നിൻ്റെത് വേണം. എൻ്റെ ഭയങ്ങൾക്ക് അഭയമായി നീ മാറുകയാണ്. എൻ്റെ ചുടുവേനലിൽ നീ ഒരു തണലായി മാറുകയാണ്. നേരത്തെ പറഞ്ഞില്ലേ തണലല്ലേ? തണൽ. ഓക്കെ, എന്താ വാക്കിൻ്റെ അർത്ഥം? ജമ്മിലൂനി എന്ന് പറഞ്ഞാൽ എന്നെ പുതക്കൂ എന്നാണ്. എന്നെ പുതക്കൂ. ആ വാക്കിലേക്കൊന്ന് ശ്രദ്ധിക്കണേ. എന്താ പറഞ്ഞ്? ജമ്മിലൂനി. അറബി ഭാഷ അറിയുന്നവർക്കൊക്കെ അറിയാം. അത് എന്നെ പുതക്ക്, നീ എന്നെ പുതക്ക്, നീ എന്നെ പുതക്ക് എന്നാണ് എങ്കിൽ അങ്ങനെയല്ല പറയാ. ജമ്മിൽ നീ എന്നാ പറയാ. എന്താ പറയാ? നീ എന്നാണ് പ്രയോഗം. നീ എന്നെ പുതക്കൂ എന്നാണെങ്കിൽ ജമ്മിൽ നീ എന്നാ പറയാ. പക്ഷെ ഇവിടെ പറഞ്ഞ എന്താണ്? ജമ്മിലൂനി. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ എന്നെ ഒന്ന് പുതക്കൂ. മുന്നിൽ നിൽക്കുന്നത് അമ്മയാണ്. സ്വന്തം അമ്മ മാത്രമല്ല അമ്മ, കുഞ്ഞുങ്ങളുടെ അമ്മയും അമ്മയാണ്. അതുകൊണ്ട് ഒരു പെണ്ണില്ലേ, ഇത്രയും കൊല്ലത്തെ എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയണത്. എനിക്ക് അനിയത്തിയില്ല. എൻ്റെ വീട്ടിൽ ഉമ്മ മാത്രമേ പെണ്ണായിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ഇത്താത്തുണ്ട്, പക്ഷെ അവൾ നേരത്തെ കല്യാണം കഴിഞ്ഞു പോയി. ഒരു പെണ്ണ്, ഒരു അനിയത്തി എന്താന്ന് അവളുടെ വളർച്ച ഒന്നും എനിക്ക് കിട്ടിയില്ല, കണ്ടിട്ടില്ല ഞാൻ. പല കാര്യങ്ങൾ കല്യാണത്തിന് ശേഷമാണ് അറിയണത് പോലും. സ്ത്രീകൾ അനുഭവിക്കുന്ന ഓരോ മാസവും അനുഭവിക്കുന്ന കാര്യങ്ങൾ പോലും ഞാൻ അറിയുന്നത് കല്യാണത്തിന് ശേഷമാണ്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല. മദ്രസയിലൊന്നും ഞാൻ പഠിച്ചില്ല, അല്ലെങ്കിൽ പഠിച്ച ദിവസം സ്കൂളിൽ പോയിട്ടില്ല. മറ്റേള് പറഞ്ഞവള് എനിക്ക് അറിയില്ലായിരുന്നോ? ഇവള് വന്നതിന് ശേഷമാണ് ഇതെന്താണ് കൃത്യമായിട്ട് മനസ്സിലാവണേ. അനിയത്തിയൊന്നുമില്ല വീട്ടിൽ. ഉമ്മ അതൊക്കെ വളരെ തന്ത്രപൂർവ്വം മറച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമായി. ഇത്രയും കൊല്ലത്തെ അനുഭവത്തിൽ നിന്ന്, ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിച്ച അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ? ഒരു പെണ്ണ് വളരെ കുറച്ച് സമയമേ പെണ്ണാവുന്നുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവനും ഒന്നുകിൽ അവൾ പെൺകുഞ്ഞാണ്, അല്ലെങ്കിലോ അമ്മയുമാണ്. നിങ്ങളുടെ അനുഭവം വേറെ ആയിരിക്കാം, എനിക്കറിയില്ല. എൻ്റെ അനുഭവം അതാ.
വളരെ കുറച്ച് സമയമേ, കുഴപ്പമില്ല, അമ്മയാ. പെണ്ണിനൊരുണ്ണിക്കിടാവിൻ മുഖശ്രീ. ഒരു പാവക്കുട്ടി കൊടുത്തു നോക്കൂ. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറയണ, ഒരു പെണ്ണില്ലേ വളരെ കുറച്ച് സമയമേ മുതിർന്ന ഒരു പെണ്ണാവുന്നുള്ളൂ. ഇപ്പോൾ കാമുകി അല്ലെങ്കിൽ പ്രണയിനി, ഒരു ഭാര്യ എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരു വൈകാരിക സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് വളരെ കുറച്ച് സമയമാണ്. പ്രണയിനി ആകുന്നത് പോലും വളരെ കുറച്ച് നിമിഷങ്ങളാണ്. ബാക്കിയുള്ള സമയം മുഴുവനും അവൾ ഒന്നുകിൽ പെൺകുഞ്ഞാണ്. നിങ്ങളുടെ വീട്ടിലെ മോളും വൈഫും തമ്മിൽ വൈകാരിക വിഷയങ്ങളിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അവർക്ക് വേണ്ടത് ഏകദേശം ഒരേ കാര്യമായിരിക്കും. നിങ്ങളെ മോളെ നിങ്ങൾ ഒന്ന് കൊഞ്ചിച്ച് നോക്കും, ലാളിച്ച് നോക്കും, പുന്നാരിച്ച് നോക്കും. ഏറ്റവും അസൂയപ്പെടുന്ന ആരായിരിക്കും? മറ്റേ പെൺകുഞ്ഞാണ്. അതാണ്, അവൾ പെൺകുഞ്ഞാണ്. ഒരു പെൺകുഞ്ഞിന് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ അവൾ ആഗ്രഹിക്കുന്നുണ്ടോ? ബാക്കിയുള്ള സമയം അവൾ എന്താണ്? അമ്മയുമാണ്. വീഴാൻ പാടില്ല. ഓക്കെ, അത് നമ്മൾ അവസാനിപ്പിച്ചു. സമയപ്രശ്നം ഉണ്ടോ? എന്നാൽ ഞാൻ അവസാനിപ്പിച്ചു. താങ്ക് യു. ബാക്കി പറയാം കേട്ടോ. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ബാക്കി പറയാൻ തോന്നുന്നു. സമയം ഒരുപാടായി എന്ന് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചില്ല. താങ്ക് യു. നമുക്ക് അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തോട് സമയത്ത് സൂചിപ്പിച്ചത് എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ്, ആ ഒരു ബന്ധമുള്ളത് കൊണ്ടാണ്. ഒരാൾക്ക് മറ്റൊരാളെ സ്പർശിക്കുവാൻ 3 രീതിയിൽ പറ്റും. വിരൽ കൊണ്ട് ശരീരത്തെയും, ആശയം കൊണ്ട് മസ്തിഷ്കത്തെയും, സ്നേഹം കൊണ്ട് ഹൃദയത്തെയും. ഈ സംസാരം മുഴുവൻ സ്നേഹമായിരുന്നു തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ 1-2 വാക്കുകൾ നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് അതിന് മറുപടി കേട്ടിട്ട് നമുക്ക് ഈ പരിപാടിയിലേക്ക്, നമ്മുടെ നസിയയുടെ ഗാനങ്ങളിലേക്ക് പോകാം. സമയം 10:30 ആകാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ന്യായമായും വേണം. കാരണം അത്തരം ചിന്തകളാണ് നമ്മിലേക്ക് അദ്ദേഹം ഇട്ട് തന്നിരിക്കുന്നത്. സംതൃപ്തിയോടുകൂടി നമുക്ക് പോകണ്ടേ? സംതൃപ്തിയെക്കുറിച്ചാണല്ലോ അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും ആ സൗന്ദര്യം കൂടി ആസ്വദിച്ചിട്ട് നമുക്ക് പിരിയാം. ചോദിച്ചോട്ടെ? ശാന്തമായി ഉണരാൻ 4 കാര്യങ്ങൾ പറഞ്ഞതിൽ 2 കാര്യമാണ് വിശദീകരിച്ചത്. 2 കാര്യങ്ങളെ പോയിന്റാക്കി പറഞ്ഞു തരാവോ? ഇത് അങ്ങനെയൊന്നുമില്ല, നമുക്ക് തോന്നിയതാണ് കേട്ടോ. ഇത് എവിടെ ആരും പറഞ്ഞൊന്നുമില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിലേറെ തോന്നുന്നുണ്ടാവാം. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ എനിക്ക് തന്നെ വേറെ ഇതിലേക്ക് ആഡ് ചെയ്തു എന്നൊക്കെ വരാം. എനിക്ക് തോന്നിയ കാര്യങ്ങളെയും പറയട്ടെ. ഒന്നെന്താ പറഞ്ഞേ? കണ്ടൻമെൻ്റ് അല്ലേ പറഞ്ഞ? എന്താ? സംതൃപ്തി ഉണ്ടാവണം. അതിനി പറയണ്ടല്ലോ. രണ്ടാമത്തേത് എന്താണെന്നറിയോ? പറഞ്ഞിരുന്നു അല്ലേ? എന്താ? നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം. അത് കുടുംബം, എന്താ വേര്, പൂക്കള്, ഇല, എന്തൊക്കെ ഉണ്ടോ അതൊക്കെ. ആ ആശയം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വേര്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞൊക്കെ നിങ്ങൾ മറന്നോളൂ. ആ വേര് മറക്കരുത്. ചെടി നനയ്ക്കുമ്പോൾ വേര് നനയ്ക്കുന്നു. നമ്മുടെ ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് നമ്മുടെ വേരിനാണ്. ഓക്കെ. മൂന്നാമത്തെ എന്താണെന്നറിയോ? മൂന്നാമത്തെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പക്ഷെ ഞാൻ വിശദീകരിക്കുന്നൊന്നുമില്ല. എന്താണെന്നറിയോ? സത്യം. ഒരാളുടെ ഉള്ളിൽ സത്യമില്ലേ, അയാൾക്ക് സമാധാനം ഉണ്ടാവില്ല. കാരണം അസത്യവും സമാധാനവും ഒരേ സ്ഥലത്ത് താമസിക്കില്ല കേട്ടോ. അസത്യമില്ലേ, അസത്യവും സമാധാനവും ഒരേ സ്ഥലത്ത് താമസിക്കില്ല. ഒരാളുടെ ബന്ധങ്ങളിൽ, പെരുമാറ്റത്തിൽ, സാമ്പത്തിക വിഷയത്തിൽ, അയാളുടെ സാമൂഹിക ബന്ധങ്ങളിൽ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുത്തോളൂ. കള്ളമുണ്ടോ? അയാൾക്ക് എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാനുണ്ടോ? സമാധാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ സത്യം എന്നുള്ള വാക്കില്ലേ ഭയങ്കര സംഭവമാണ്. ഇപ്പം നമ്മളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയോ ഒക്കെ ചെയ്തു എന്ന് വിചാരിക്കുള്ളൂ. അത് സത്യമല്ല എങ്കിൽ
പേടിക്കാൻ നിൽക്കരുത്, വിശദീകരിച്ച് കരയാൻ നിൽക്കരുത്, മറുപടി പറഞ്ഞ് കരയാൻ നിൽക്കരുത്. ഒറ്റ കാര്യം വിചാരിച്ചാൽ മതി, അത് അസത്യമാണോ? സത്യം വരും. അസത്യണ്ടാക്കി വെക്കുന്ന മുഴുവൻ വൈക്കോൽ കൂനകൾക്കും സത്യം വന്ന് തീ കൊടുക്കുന്നൊരു ദിവസം വരും. പക്ഷെ പതുക്കെ വരൂ. സത്യം ഭയങ്കരമായിട്ട് പ്രചരിച്ചു പോകും കേട്ടാ. രോഗം പടരും അല്ലേ? ആരോഗ്യം പടരുമോ? എൻ്റെ പനി മാഷിക്ക് തരാം, മാഷിൻ്റെ ആരോഗ്യം തിരിച്ചു തരുമോ? രോഗം പടരും, ആരോഗ്യം പടരില്ല. അസത്യത്തിന് ഭയങ്കര വളർച്ചയാണ്, വേഗതയാണ്, ഒക്കെ ശരിയാ. പക്ഷെ അതിൽ പേടിക്കരുത്, വിശദീകരിച്ച് കരയരുത്, മറുപടി പറഞ്ഞ് കരയരുത്. സത്യത്തിന് വേണ്ടി കാത്തിരിക്കണം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? സത്യം എന്ന് പറയുന്നത് പടച്ചോൻ്റെ പേരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പടച്ചോൻ്റെ പേരുകളുണ്ട്. ഓക്കെ, ഈശ്വരൻ്റെ പേരുകൾ പറയുന്നുണ്ട്. അതിലൊരു പേരാണെന്ത്? എന്താണ്? സത്യമുള്ള ആള് എന്നല്ല, സത്യം ഉള്ള ആള് എന്നല്ല, പിന്നെയോ സത്യം. അങ്ങനെ 3 പേരുകളേ ഉള്ളൂ: സത്യം, വെളിച്ചം, നീതി. സത്യം സത്യമുള്ളവനല്ല, നീതി ഉള്ളവനല്ല, വെളിച്ചമുള്ളവനല്ല. വെളിച്ചം, നീതി, സത്യം. എന്താ? അതാണ് തൂ സമന്ദർ മേം പ്യാസ് ഹൂം എന്നൊരു ഗസലുണ്ട്, കേട്ടിട്ടുണ്ടോ? തൂ സമന്ദർ മേം പ്യാസ് ഹൂം. നീ കടൽ, നീ കടൽ, ഞാനോ? ഞാൻ ദാഹവും. ദാഹമുള്ള ആളല്ല, ദാഹം. നീ കടൽ, ഞാനോ ദാഹവും. ഇതേപോലെ ദാഹമുള്ള ആളല്ല, സത്യമുള്ള ആളല്ല, സത്യം. അതുകൊണ്ട് നമ്മൾ അസത്യത്തെ പേടിക്കുന്നുണ്ടോ? അസത്യത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അസത്യത്തിന് നിലനിൽപ്പുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. പറയണ മനസ്സിലാവുണ്ടോ? ഒരാളുടെ ഉള്ളിൽ കള്ളമുണ്ടോ? അയാൾക്ക് എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാനുണ്ടോ? അയാൾക്ക് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് രാവിലെ സമാധാനമായി ഒരാൾക്ക് ഉണരണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ ക്ലാരിറ്റി ഉണ്ടാവണം, ട്രാൻസ്പെറൻസി ഉണ്ടാവണം, ട്രൂത്ത് ഉണ്ടാവണം, സത്യം ഉണ്ടാവണം. അതാണ്. പിന്നെന്താണ്? പിന്നെ ആരോഗ്യം ഉണ്ടാവണം അല്ലേ? നല്ല ഹെൽത്തി ആയിരിക്കണം ഒരാൾ. പിന്നെന്താണ്? അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണം. അത് പിന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒന്നുകൂടെ പറയാം. ഒന്നെന്താണ്? സംതൃപ്തി. 2 സത്യം. 3 നല്ല ബന്ധങ്ങളുണ്ടാവണം അല്ലേ? ഉണർന്നു കഴിഞ്ഞ് ഓടിച്ചെല്ലാൻ പറ്റിയ മനുഷ്യന്മാരുണ്ടാവണടാ. എൻ്റെ എന്ന് പറയാൻ പറ്റിയ മനുഷ്യന്മാരുണ്ടാവണം. എൻ്റെ അല്ല, എൻ്റെ അല്ലേ? പിന്നെ നല്ല ആരോഗ്യം ഉണ്ടാവണം, അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള സാമ്പത്തികം ഉണ്ടാവും. അല്ലെങ്കിൽ രാവിലെ ഉണരുമ്പോൾ എന്തായിരുന്നാലും അതിൻ്റേതായ സങ്കടം, നിരാശയുണ്ടാവും. ഓക്കെ, ബേസ്. മാഷ നമ്മുടെ ഒരു സുഹൃത്താണ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ റമദാൻ മഴ ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ശബ്ദം കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റമദാൻ മഴ അദ്ദേഹത്തിൻ്റെ ശബ്ദം കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും ഞാൻ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അനുവദിച്ചുകൊണ്ട് ഒരുപാട് പേർക്ക് അതിൻ്റെ ഓഡിയോ അയച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് ഞങ്ങളുടെ ബന്ധം വളർന്നത്. തീർച്ചയായിട്ടും വളരെ മനോഹരമായൊരു സായാഹ്നമാണ് അദ്ദേഹം ഒരുക്കിയത്. ഈ നനയ്ക്കൽ വന്നപ്പോൾ ഞാൻ അഭിനയിച്ച സിനിമയിൽ ഊമക്കുയിൽ പാടുമ്പോൾ എന്നൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അധ്യാപക കഥാപാത്രം പറയുന്നൊരു വാക്കുണ്ട്: വാടി നിൽക്കുന്ന ചെടി കണ്ടാൽ അത് എൻ്റെ തൊടിയിലല്ലെങ്കിലും ഞാൻ അതിന് നനച്ചു കൊടുക്കുമെന്ന്. യഥാർത്ഥത്തിൽ തണൽ ചെയ്യുന്നത് അതാണ്. വാടി നിൽക്കുന്ന ചെടി അത് എവിടെയാണെങ്കിലും ആരുടെ ചുടിയിലാണെങ്കിലും അത് നനച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ സംഭാഷണത്തിൽ നാം സ്വീകരിക്കുന്ന ഏറ്റവും മനോഹരമായ ആശയവും അതുതന്നെയാണ്. ഉണങ്ങിയ ചെടിക്ക് വെള്ളമൊഴിച്ചു കൊടുക്കലാണ് ഏറ്റവും മഹത്തായ പ്രാർത്ഥന എന്ന് ബഷീർ എഴുതിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? 10:30 എന്നൊക്കെ പറഞ്ഞാൽ വളരെ വൈകിയൊരു സമയമാണ്. ഒരു കഥയുണ്ട്. 9 എന്നക്കം
9 എന്ന അക്കം 8 എന്ന അക്കത്തെ അടിച്ചു. നല്ല വേദനയായപ്പോൾ ചോദിച്ചു, നീ എന്തിനാ എന്നെ അടിച്ചത്? 9 പറഞ്ഞു, നീ എന്നെക്കാൾ ചെറിയവനായതുകൊണ്ട്, എന്നെക്കാൾ ദുർബലനായതുകൊണ്ട് ഞാൻ നിന്നെ അടിച്ചു. ആണോ? ഇയാൾ തിരിഞ്ഞു നിന്നിട്ട് 7നെ അടിച്ചു. എന്നാൽ അതേപോലെയാ, ഇയാളെക്കാളും ചെറുതാണ്, ഇയാളെക്കാളും ദുർബലനല്ലേ? 7നെ അടിച്ചു. 7 6നെ അടിച്ചു, 6 5നെ അടിച്ചു, 5 4നെ അടിച്ചു, 4 3നെ അടിച്ചു, 3 2നെ അടിച്ചു, 2 1നെയും അടിച്ചു. 1 നോക്കുമ്പോൾ അവിടെ ഒരു പാവം 0 മാത്രമേ ഉള്ളൂ. എന്നെക്കാൾ വില കുറഞ്ഞവൻ എന്ന് പറയാൻ വിലയില്ലാത്തവനാണ്. അടിക്കാനൊന്നും തോന്നിയില്ല. എടാ അങ്ങോട്ട് വാന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്തേക്ക് ഇങ്ങനെ വിളിച്ചു. അടുത്തേക്ക് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം ലോകം അവരെ 10 എന്ന് വിളിച്ചു. ഇതാണ് തണല് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളെക്കാൾ ഏതെങ്കിലും അർത്ഥത്തിൽ ജീവിതം ദുർബലമായ മനുഷ്യർ, ദുർഘടത്തിലായ മനുഷ്യർ, പ്രതിസന്ധിയിലായ മനുഷ്യർ, അവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് മാത്രമല്ല വില കൂടുന്നത്, നമുക്ക് കൂടി ആയുസ്സിനൊരർത്ഥം കൂടുന്നുണ്ട്. ഇക്കാലം വരെ ഒന്നായിരുന്നു. ആ 0ത്തെ ഇങ്ങനെ ചേർത്ത് വിളിച്ചപ്പോൾ 1 നല്ല നമ്മൾ വിളിച്ചു, 10 തന്നെ വിളിച്ചു. എൻ്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുന്നത് ഞാൻ എനിക്ക് മാത്രമായിട്ട് ജീവിക്കുമ്പോഴല്ല. ബൈബിളിൽ പറയുന്നുണ്ട്, ഒരാൾ മറ്റൊരാൾക്കായി ചെലവഴിച്ച സമയമാണ് ഒരാളുടെ ഏറ്റവും നല്ല സമയം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി ചെലവഴിച്ച സമയമാവില്ല, ഞാനല്ലാത്ത മറ്റു മനുഷ്യന്മാരില്ലേ അവർക്ക് കൊടുത്ത സമയമായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഒരാൾ അകാരണമായി വേറൊരാളെ വധിച്ചാൽ, വല്ലാത്തൊരു വാക്കാണ് കേട്ടോ അത്. ഒരാൾ അകാരണമായി ഒരു ന്യായമില്ലാതെ വേറൊരാളെ വധിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും വധിച്ചതുപോലെയാണ്. തീർന്നിട്ടില്ല. അടുത്ത വാക്ക് എന്താണെന്നറിയോ? ഒരാൾ വേറൊരാൾക്കെങ്കിലും ജീവൻ കൊടുത്താൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ജീവൻ കൊടുത്തതുപോലെയാണ്. നമുക്ക് കഴിയോ? ജീവൻ കൊടുക്കാൻ കഴിയോ? പിന്നെ എന്താണ് ഈ പറഞ്ഞേ? എന്തായി പറഞ്ഞേ? ഒരാളെയെങ്കിലും കണ്ണീര് തുടക്കുന്നതിൻ്റെ പേരാണത്. ഒരാളെയെങ്കിലും ഇങ്ങനെ കൈപിടിച്ചിട്ട് എൻ്റെ പേരാണ് അത്. ഒരുപാട് ആൾക്കാർ നമുക്ക് തന്നതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അല്ലേ. അത് കുറച്ച് ആൾക്കാർക്കെങ്കിലും തിരിച്ചു കൊടുക്കുന്നതിൻ്റെ പേരാണ്. അതുകൊണ്ട് തണലിന് എൻ്റെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് എൻ്റെ കയ്യിലൊരു സ്വർണത്തിൻ്റെ ഒരു ചെറിയ സാധനമുണ്ട്. ഞാനത് തണലിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളോട് പറയണ്ടല്ലോ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ സമയമാവാം, സമ്പത്താവാം, അതിന് പിന്തുണയാവാം, വളണ്ടിയർ ആവലാവാം, എന്താണോ എല്ലാം വേണ്ടി വരും അല്ലേ. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതാ. നമ്മൾ സക്കാത്ത് എന്ന് പറയില്ലേ, ക്രൈസ്തവതയിൽ പറയാ ദശാംശം എന്നാ, ഹൈന്ദവ ധർമ്മത്തിൽ പറയാ പിന്നെ ദാനം, ധർമ്മം എന്നൊക്കെ തന്നെ, എല്ലാം ഏകദേശം ഒന്ന് തന്നെ. എനിക്കെന്താണുള്ളത് അതിൽ നിന്നൊരംശം മറ്റുള്ളവർക്ക് അല്ലേ. ഇത് രസമുള്ള കൺസെപ്റ്റാണ്. അപ്പം എനിക്ക് എൻ്റെ സമ്പാദ്യം മൊത്തം കൂട്ടി നോക്കിയിട്ട്, ബാക്കിയുള്ള സമ്പാദ്യമില്ലേ അത് മൊത്തം കൂട്ടി നോക്കിയിട്ട് അതിൻ്റെ 2.5% ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കണം. അതാണ് ഇസ്ലാമിൽ സക്കാത്ത്. ഓരോ മതസങ്കല്പത്തിനും ഓരോ രീതിയിൽ അതുണ്ട്. എത്രയാണ് കൊടുക്കേണ്ടത്? എത്രയാ? എൻ്റെ മൊത്തം സമ്പാദ്യം കൂട്ടി നോക്കിയിട്ട് അതിൽ നിന്ന് 2.5%. 2.5% എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാം? ഒരു കക്കരി എടുക്കുക. ഓക്കെ, ആ കക്കരിയെ 10 കഷ്ണമാക്കുക. ആ 10 കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം എടുക്കുക. ആ ഒരു കഷ്ണത്തെ 4 കഷ്ണമാക്കുക. അതിൽ നിന്ന് ഒരു കഷ്ണമാണ് എത്ര? 2.5%. എത്ര കുറച്ചാ? അതെൻ്റേതല്ല, അത് മറ്റുള്ളവരുടേതാണ്. എനിക്കത് പാടില്ല. അതൊരു മനോഹരമായ കൺസെപ്റ്റ് അല്ലേ.
സക്കാത്ത് അല്ലെങ്കിൽ ദശാംശം, ദാനം, ധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയോ? പൈസ ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവൻ്റെ കയ്യിലേക്ക് എത്തുന്ന ഒരു പ്ലാനാണ് അല്ലേ? പൈസ ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവൻ്റെ കയ്യിലേക്ക് എത്തും. പലിശ എന്ന് പറഞ്ഞാൽ എന്താ? പൈസ ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളവൻ്റെ കയ്യിലേക്ക് എത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് അതൊരു സോഷ്യൽ ക്രൈമാണ് എന്ന് പറയുന്നത്. ഒരു നിലക്കും സഹകരിക്കാൻ പാടില്ല. ചിലപ്പോൾ ആർഭാടമൊക്കെ കുറയും, വേണ്ട. സോഷ്യൽ ക്രൈം, പൈസ ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളവൻ്റെ കീശയിലേക്ക് എത്തുന്ന പരിപാടിയാണ്. ആർഭാടമൊക്കെ കുറയും ചിലപ്പോൾ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും ആത്മവിശ്വാസം പറയുന്നത്. ആ പരിപാടിയിട്ട് ഒരു ബന്ധമില്ല. സോഷ്യൽ ക്രൈം. അപ്പം സക്കാത്ത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദാനം, ധർമ്മം എന്താണ്? ഒക്കെ തന്നെയല്ലേ. സന്ധ്യാനേരത്ത് വീടിൻ്റെ പടിവാതിൽക്കൽ വന്നിട്ട് നമ്മുടെ വീട്ടിലെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉറക്കെ വിളിച്ചു ചോദിച്ചിരുന്നൊരു ചോദ്യമുണ്ട് അല്ലേ? എന്താ? അത്താഴ പട്ടിണിക്കാരുണ്ടോ? ഇതൊരു ചോദ്യ. അത്താഴ പട്ടിണിക്കാരുണ്ടോ എന്നാ ചോദിക്കുക. അത്താഴ പട്ടിണിക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും പട്ടിണി മാറ്റാനൊന്നുമല്ല. നമ്മുടെ ശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് ഒരാൾ വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കുള്ള പരിഹാരമാണ്. നമ്മുടെ അടുത്തുള്ളതെന്ന് കൊടുക്കും. നമ്മുടെ നാട് കേട്ട ഏറ്റവും മനോഹരമായ കവിതയായിരിക്കും അത്. അത്താഴ പട്ടിണിക്കാരുണ്ടോ അല്ലേ? അപ്പോൾ ഈ ദാനമില്ലേ, അല്ലെങ്കിൽ സക്കാത്ത് എന്ന് അറബി പറയാവുന്ന, അല്ലെങ്കിൽ ദശാംശം എന്ന് ബൈബിളൊക്കെ സൂചിപ്പിച്ചു, അതെന്താണ്? നമുക്കുള്ളതെന്ന് കൊടുക്കലാണ്. പൈസ മാത്രം ആണോ? എനിക്ക് കാലുകൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ഈ കാലുകൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും, എൻ്റെ ഈ കാലില്ലേ, ഇത് ഒരു ദിവസമെങ്കിലും ഉപകാരപ്പെടണം. അയാൾക്ക് ബീച്ചിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അയാളുടെ വീൽ ചെയർ ഉന്തിയിട്ട് ഞാൻ കൊണ്ടുപോകുന്നതിൻ്റെ പേരാണെന്ത്? കാലിൻ്റെ സക്കാത്തടാ. കയ്യിൻ്റെ സക്കാത്ത് എന്താ? കൈയില്ലാത്ത ഒരു മനുഷ്യനെങ്കിലും എൻ്റെ ഈ കൈയില്ലേ, ഇത് ഉപയോഗപ്പെടണം. കണ്ണിൻ്റെ സക്കാത്ത് എന്താണ്? എന്നെ ഇങ്ങോട്ട് വന്ന് കാണാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും ഞാൻ അങ്ങോട്ട് ചെന്നുപോയിട്ട് കാണണം. നാവിൻ്റെ സക്കാത്ത് എന്താ? നാവറുക്കപ്പെട്ട ഒരു മനുഷ്യനെങ്കിലും അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കണം. ഞാനൊരു അനുഭവം പറയാം. സമയം വൈകിട്ടൊക്കെ ഉണ്ട്, എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ എവിടെ 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഈ മമ്പാട് MES കോളേജ് ഉണ്ട്, കേട്ടിട്ടില്ലേ? അവിടെ ഒരു പ്രോഗ്രാമിന് പോവുക, കുട്ടികളുടെ ഒരു പരിപാടിക്ക് പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് കോളേജിലേക്ക് പോകുന്ന വഴിയിൽ ഒരാൾ വീൽ ചെയറിൻ്റെ ബൈക്കില്ലേ, സൈക്കിൾ പോലെ, അതിലാണ് അവർ വരുന്നത്. എൻജിനുള്ളതാണ്, ഗിയറൊക്കെ ഉള്ളത്. അതിൽ വരുമ്പോൾ അദ്ദേഹം ആ വണ്ടി ഓടിച്ച് ഇങ്ങനെ വരുമ്പോൾ അയാളുടെ കൂടെ ഒരു കുട്ടിയുണ്ട് ആ വണ്ടിയുടെ പിറകിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ വണ്ടി നിർത്തി, എനിക്ക് മുമ്പേ കണ്ടിട്ടുണ്ട്, പരിചയമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. പ്രോഗ്രാം കഴിഞ്ഞിട്ട് വീട്ടിലൊന്ന് കയറുമോ? ആ വീടാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. ഞാൻ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. ഒരു പെൺകുട്ടി ഇങ്ങനെ വന്നിട്ട് ഫാൻ ഇട്ട് തന്നു. അപ്പം ഞാൻ ആ പെൺകുട്ടിയോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും പറഞ്ഞു. അവൾ സലാം മടക്കിയില്ല, ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ തിരിച്ച് വലൈക്കും അസ്സലാം എന്ന് പറയുന്നുണ്ട്. പീസ് അപ്പോൺ യു എന്നാണ് പറയുന്നത്. അപ്പോൾ സെയിം ടു യു എന്ന് പറയാം, വലൈക്കും അസ്സലാം. ഈ കുട്ടി പറഞ്ഞില്ല, ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ അവള് പിന്നെ സലാം അടക്കാത്തതുകൊണ്ടൊന്നും വിചാരിക്കരുത്, അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇതാരെ വൈഫാണ്? അല്ല, വൈഫല്ല. പിന്നെ ആ വൈഫിൻ്റെ അനിയത്തിയാണ്. വിരുന്ന് വന്നതാ? അല്ല, വിരുന്ന് വന്നതല്ല. പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം എന്നോട് പറഞ്ഞു തന്നു. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അനിയത്തി സംസാരിക്കാൻ കഴിയില്ല, അവരുടെ ഭർത്താവുണ്ട്, സംസാരിക്കാൻ കഴിയില്ല, അവർക്കൊരു മോളുണ്ട്, സംസാരിക്കാൻ കഴിയില്ല, അവർക്കൊരു മോനുണ്ട്, സംസാരിക്കാൻ കഴിയും, പക്ഷെ സംസാരിക്കാൻ ആരുമില്ല.
വീട്ടിൽ. കോവിഡ് വന്നതോടുകൂടി ഈ കുട്ടിക്ക് വർത്താനം പറയാൻ ആരുമില്ല. 2 കൊല്ലം സംസാരിക്കണ്ടേ? കൂട്ടുകാരില്ല, സ്കൂളില്ല, ഗ്രൗണ്ടില്ല, ഒന്നുമില്ല. ഈ കുട്ടിക്ക് വർത്താനം പറയാൻ ആരുമില്ല. പതുക്കെ പതുക്കെ ഈ കുട്ടിക്ക് സംസാരം കുറയാൻ തുടങ്ങി. ഡിപ്രഷനിലേക്ക് പതുക്കെ പോകുന്നത് പോലെയൊക്കെ തോന്നി. ഇവർ ഡോക്ടറെ കാണിക്കുകയൊക്കെ ചെയ്ത് ഇദ്ദേഹം അതറിഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എവിടെയും പോണ്ട, എൻ്റെ വീട്ടിലേക്ക് വരൂ, നമുക്ക് ഇവിടെ താമസിക്കാം, ഞങ്ങളുണ്ടല്ലോ വർത്തമാനം പറയാൻ. നിങ്ങൾക്ക് എത്ര കാലം താമസിക്കണം അത്രയും കാലം താമസിച്ചോളൂ, നിങ്ങൾക്ക് പോകണം തോന്നുമ്പോൾ പോയാൽ മതി എന്ന് പറഞ്ഞു. അവിടെ ഇവർ താമസിക്കാൻ തുടങ്ങിയിട്ട് സ്കൂളിലേക്ക് ഈ കുട്ടിയെ ചേർത്തു. പറഞ്ഞില്ലേ, അദ്ദേഹം പോകുമ്പോൾ കൂടെ ഒരു ആൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവരുടെ മോനാ, ഈ സംസാരിക്കുന്ന മോനാ. ഈ മനുഷ്യനില്ലേ, എന്നോട് ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണ മനുഷ്യനില്ലേ, അയാൾ ആരാന്നറിയോ നിങ്ങൾ? കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യനാണ്. കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി കയറ്റിക്കൊടുത്ത 2 റൂമുള്ള ചെറിയ ഒരു വീട്ടിൽ താമസിക്കുന്ന മനുഷ്യനാണ്. ആകെ 7000 രൂപ വരുമാനമുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ ആ മനുഷ്യനില്ലേ, അതിൻ്റെയൊക്കെ പേരാണെന്ത്? ജീവിതം എന്ന് പറയുന്നത് മീനിങ് ഫുൾ. എക്സിസ്റ്റ് ചെയ്യാന്നുള്ളത് എല്ലാവരും കൊണ്ടും പറ്റും. ഇതല്ല, മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് ആണ്. ബീയിങ് ആവുക എന്നുള്ളത് എല്ലാവരും കൊണ്ടും പറ്റും. ബിക്കമിങ് ആവുക എന്നുള്ളത് എല്ലാവരും കൊണ്ടും പറ്റൂല. അതാണ് ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബീയിങ് ആവുക അല്ലേ? ബീയിങ് എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊന്നും ചെയ്യണ്ട, ബീയിങ് ആവും. ബിക്കമിങ്. ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവുകയാണ്. അതാ. എന്നിട്ട് എന്നോട് അദ്ദേഹം പറഞ്ഞു, ഞാനിത് ചെയ്യുന്നത് ആരും അറിയാനൊന്നും വേണ്ടില്ല കേട്ടോ. ഈ കുട്ടി വലിയ കുട്ടിയാവുമ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ അതേപോലെ ചെയ്യും, അവൻ എന്നെ ഓർക്കും, എനിക്കത് മതി. നമ്മുടെ കൊയിലാണ്ടിയിൽ ഒരു സ്ഥാപനമുണ്ട്, നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അറിയായിരിക്കും അല്ലേ? അവിടെ യൂനിസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ പറഞ്ഞതാ. യൂനിസും സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് ഇപ്പോൾ ഈ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളില്ലേ, തെരുവിലൊക്കെ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾ, ആ കുട്ടികളുടെ കൂട്ടത്തിലെ സ്പെഷ്യലായ കുട്ടികളെ സംരക്ഷിക്കാനൊരു കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കുട്ടികളെ ആളുകൾ ദത്തെടുത്ത് കൊണ്ടുപോകും, അഡോപ്റ്റ് ചെയ്തുകൊണ്ട് മിക്കവാറും അമേരിക്കയിലേക്ക് ഇറങ്ങി കൊണ്ടുപോകും. സർക്കാർ വഴി ഉള്ള ചാനലിലാണ് ഇത് നടക്കുക. അങ്ങനെ കഴിഞ്ഞ റംസാൻ കാലത്ത്, നോമ്പ് കാലത്ത് അമേരിക്കയിൽ നിന്ന് ഒരാൾ വന്നൊരു കുട്ടിയെ കൊണ്ടുപോകാം. ആ കുട്ടി സ്പെഷ്യലാണ്, എല്ലാ കുട്ടികളും സ്പെഷ്യലാണ്. ഈ കുട്ടിക്ക് കൈയും കാലിലൊന്നും ചലിപ്പിക്കാൻ കഴിയില്ല, വേറെയും കുറേ വിഷമങ്ങളുണ്ട്. ഈ കുട്ടിയെയാണ് അയാൾ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ കുറച്ച് ദിവസം ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്ത് ഇവർ പോവുക, കുട്ടിയും കൊണ്ട് പോവുക. ആ സമയത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് യൂനിസിന് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഫാമിലി ഫോട്ടോ കണ്ടപ്പോൾ അതിലൊരു മോളുണ്ട്. സാധാരണ അഡോപ്റ്റ് ചെയ്യാറുള്ളത് കുട്ടികളില്ലാത്തവരല്ലേ, കുഞ്ഞുങ്ങൾ ഇല്ലാത്തവരാണല്ലോ അഡോപ്റ്റ് ചെയ്യുക. ഇയാൾക്ക് ഓൾറെഡി ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ യൂനിസ് ചോദിച്ചു, പിന്നെന്തിനാ അഡോപ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇയാൾ പറഞ്ഞു, അതിനൊരു കാരണമുണ്ട്. യൂനുസ്, എനിക്ക് 6 വയസ്സുള്ള സമയത്ത് ഒരു ദിവസം എൻ്റെ അച്ഛൻ ഇങ്ങനെ വന്നിട്ട് എൻ്റെ കയ്യിലേക്ക് ഒരു കുഞ്ഞിനെ തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് നിൻ്റെ വാവയാണ് കേട്ടോ, നിൻ്റെ ബേബിയാണ് കേട്ടോ. ഞാൻ എൻ്റെ ബേബിയാണതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ തന്നെ അവന് ഞങ്ങളുടെ കൂടെ വളരുന്നു, പഠിക്കുന്നു, സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു. എന്നവന് വലിയ എൻജിനീയറാണ് അവിടെ അമേരിക്കയിൽ. പിന്നെ കുറേ വലിയ കുട്ടിയായപ്പോൾ എനിക്ക് മനസ്സിലായി, തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടൊരു കുട്ടിയെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്നതാണ്. യൂനുസ്, അച്ഛൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ബേബിയെ എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്ന അച്ഛനാണ്. എൻ്റെ മോൾക്ക് ഇപ്പോൾ 6 വയസ്സായി. അവളുടെ കൂടെ സമയം ചെലവഴിക്കാനോ, അവൾക്ക് അവളുടെ സ്കൂളിൻ്റെ മീറ്റിങ്ങിൽ പോകാനോ, അവളുടെ കഥകൾ കേൾക്കാനോ ഒന്നും സമയമില്ലാത്തൊരു അച്ഛനാണ് ഞാൻ. മേജറാണ്, അവിടെ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. എന്നിട്ട് അദ്ദേഹം പറയാം, ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് ചെല്ലും. എൻ്റെ മോൾ സർപ്രൈസ്ഡ് ആവും. അവളുടെ കയ്യിലേക്ക് ഞാൻ ഈ വീൽ ചെയർ ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് പറയും, നിൻ്റെ ബേബിയാണ് കേട്ടോ. അവൾക്ക് ഇപ്പം അതെന്താണെന്ന് മനസ്സിലാവില്ല, അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും അവൾക്ക് മനസ്സിലാവില്ല. കുറേ കാലം കഴിഞ്ഞ് ഞാനിപ്പോൾ യൂനിസിനോട് സംസാരിച്ചതുപോലെ എൻ്റെ മോൾ ആരോടെങ്കിലുമൊക്കെ പറയും, അത് മതി. അവളുടെ മനസ്സിൽ അച്ഛൻ എന്ന് പറയുമ്പോൾ
ഈ ബേബിയെ കൊണ്ടുവന്നു കൊടുത്ത ഒരാളുടെ മുഖം അവളുടെ ഉള്ളിൽ ഉണ്ടാവും യൂനുസ്. എനിക്കത് മതി. എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കൊണ്ടും പറ്റും. ചിലർ മീനിങ് ഫുള്ളായിട്ട് എക്സിസ്റ്റ് ചെയ്യും. മനുഷ്യന്മാരുടെ മനസ്സിൽ അവരിങ്ങനെ ചില ഓർമ്മകൾ പാകി അവർ പോകും. ജീവിച്ചു എന്ന് തോന്നുന്നൊരു ജീവിതം അവർ ജീവിക്കും അല്ലേ? നമുക്ക് അവസാനിപ്പിക്കല്ലേ? വെരി ഗുഡ്, താങ്ക് യു. ഇത്രയും നേരം സഹിച്ചിരുന്നതിന്, ഇത്രയും ശാന്തമായി എനിക്ക് സംസാരിക്കാൻ പറ്റി. പറഞ്ഞ പോലെ വളരെ വളരെ ഉള്ളിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അത് എനിക്ക് എത്ര പറയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല, പക്ഷെ അതാണ് പറഞ്ഞത്. ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓർമ്മിക്കപ്പെടുന്ന കുറച്ച് നിമിഷങ്ങൾ. സോമൻ കടലൂർ എന്ന് പറഞ്ഞൊരു കവിയുണ്ട്, പുള്ളിയുടെ ഒരു കവിതയുണ്ട്, അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. കൈമാറിയ സമ്മാനങ്ങൾ വേർപിരിയാൻ നേരം തിരിച്ചേൽപ്പിക്കാം. കൈമാറിയ സമ്മാനങ്ങളില്ലേ, അതൊക്കെ വേർപിരിയാൻ നേരം തിരിച്ചേൽപ്പിക്കാം. എന്തൊക്കെയാ? കൊക്കുരുമുന്ന അരയന്നങ്ങളുടെ സ്ഫടിക ശില്പം, കാട്ടുമരത്തിൽ കൊത്തിയ കുഞ്ഞാന, വൈരക്കല്ല് പതിച്ച മോതിരം, പിറന്നാളിന് കൈമാറിയ ഉടുപ്പുകൾ, പ്രണയം കുറിച്ചിട്ട കാവ്യപുസ്തകം, എല്ലാം പരസ്പരം പരാതികളില്ലാതെ കൈമാറാം. പക്ഷേ എടോ, തിരിച്ചേൽപ്പിക്കാനാവില്ല. സ്നേഹം എടുത്തപ്പോഴും കൊടുത്തപ്പോഴും നമ്മൾ കോരിത്തരിച്ച നിമിഷങ്ങളെ, കോരിത്തരിച്ച നിമിഷങ്ങളുടെ പേരാണ് ശരിക്കും ജീവിതം. അത് കുറച്ചേ ഉണ്ടാവും. വെയിൽ വെള്ളത്തിലേക്കെന്ന പോലെ നീ പ്രവേശിച്ചില്ലേ, മഞ്ഞുതുള്ളി ഇലയിൽ നിന്നെന്ന പോലെ പിരിഞ്ഞു പോവുകയും ചെയ്തു. പക്ഷെ നന്ദിയുണ്ട് നിന്നോട്, കുറച്ച് നേരത്തേക്കെങ്കിലും ഈ കെട്ടിക്കിടപ്പിനെ നീ സ്ഫടികം എന്ന് തോന്നിച്ചു. ഈ സ്ഫടികം എന്ന് തോന്നിപ്പിക്കൽ തരുന്ന കുറച്ച് മനുഷ്യന്മാർ, കോരിത്തരിച്ച നിമിഷങ്ങൾ തരുന്ന കുറച്ച് മനുഷ്യന്മാർ, കുറച്ച് മൊമെന്റ്സ്, ഇത് രണ്ടുമാണ് ചെയ്യുന്നത്. ആവർത്തിച്ചു പറയുന്നു, മരണത്തിൻ്റെ മുഖത്തിരിക്കുമ്പോഴും ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസത്തിൻ്റെ തുമ്പിൽ പിടിച്ചു നിൽക്കുമ്പോഴും നമ്മുടെ ഓർമ്മയിലേക്ക് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. കുറച്ച് നിമിഷങ്ങൾ, കുറച്ച് മുഖങ്ങൾ. മനുഷ്യരുടെ ഉള്ളിൽ നമ്മളുണ്ടാവട്ടെ, കുറച്ച് മനുഷ്യന്മാരുടെ ഉള്ളിൽ നമ്മൾ ജീവിക്കട്ടെ. അതാ, എത്ര കൊല്ലം ജീവിച്ചു എന്നുള്ളതൊന്നൊരു വിഷയമേ അല്ല, നമ്മൾ എന്താണ് ബാക്കിയാക്കിയതെന്നുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രകാരനായ ഒരാൾ ആകെ 6 വയസ്സ് വരെ ജീവിച്ചു. ക്ലിൻ്റ് എന്നാണ് പേര്. 1500 ചിത്രങ്ങളാണ് വരച്ചത്. സ്വാമി വിവേകാനന്ദൻ ആകെ ജീവിച്ചത് 39 കൊല്ലം. അറിയോ? 39 കൊല്ലം. ഞാനിപ്പോൾ 39 കൊല്ലം പൂർത്തിയാക്കിയിട്ടുള്ളൂ. നമ്മുടെ ആയുസ് ഒരാൾ അവസാനിച്ചു. എന്തൊക്കെയാ ചെയ്തു കൂട്ടിയെ? പക്ഷേ ഗ്രേസ്ഫുൾ എൻഡ് ആയിരുന്നു. എന്താണ് ഗ്രേസ്ഫുൾ എൻഡ്? ഉന്നതമായ മനോഹരമായ ഒരവസാനം. അങ്ങനെ ഒരു ഗ്രേസ്ഫുൾ എൻഡായിരിക്കട്ടെ ഈ ആയുസ്സിൻ്റെ ഒടുവിലുള്ള ശ്വാസം. കുറേ മനുഷ്യരുടെ മുന്നിൽ മനസ്സിൽ നമ്മൾ ബാക്കിയാവട്ടെ അല്ലേ? ഈ നിമിഷവും മനോഹരമാണ്. ഇന്ന് തിരിച്ചു പോയിട്ട് പറ്റുമെങ്കിൽ നമ്മൾ എന്നോ മുറിഞ്ഞു പോയൊരു മനുഷ്യൻ, മറന്നുപോയൊരു മനുഷ്യൻ, പാതി വഴിയിൽ ഉപേക്ഷിച്ചൊരു സൗഹൃദം, മറക്കാൻ ശ്രമിക്കുന്നൊരു മുഖം, ഒരാളില്ലേ, അയാൾക്ക് പറ്റുമെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ. കുറേ കാലമായിട്ട് തെറ്റി നിൽക്കുന്നൊരു ചേട്ടനും അനിയനുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞതാ, അതുപോലെ പറഞ്ഞു നമ്മളൊരു പ്രോഗ്രാമിൽ. പിറ്റേന്ന് ആ അനുജൻ വിളിച്ചു, ഞാൻ എൻ്റെ ചേട്ടനെ വിളിച്ചു. ഒരേ ഒരു വാക്കാ ചോദിച്ചത്, എടാ ചേട്ടായി ഞങ്ങൾക്ക് സുഖമൊക്കെ തന്നെ അല്ലേ എന്ന് ചോദിച്ചു. 4.5 വർഷത്തിന് ശേഷം, എടാ ചേട്ടായി നിനക്ക് സുഖം തന്നെ അല്ലേ?
അപ്പുറത്തുനിന്നൊന്നും കേൾക്കണില്ല. എനിക്ക് മനസ്സിലായി അവൻ കരയാണ്. അത് കേട്ടപ്പോൾ ഞാനും കരഞ്ഞു. അങ്ങനെ ഏതൊക്കെയോ ചേട്ടായിമാരില്ലേ, മറന്നു വെച്ചതോ പാതി വഴിയിൽ ഉപേക്ഷിച്ചതോ ആയ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു മെസ്സേജ്, ഒരു ഫോൺ കോൾ, അയാൾ ധന്യമായി ഉറങ്ങട്ടെ അല്ലേ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടി ചെയ്തിട്ട് അവസാനിപ്പിക്കും. എല്ലാവരും ഒന്ന് നിവർന്നിരിക്കോ? എല്ലാവരും കേട്ടോ, ഈ ഹാളിലുള്ള എല്ലാവരും ഒന്ന് ഇരിക്കണം. നിങ്ങളോട് ഫോട്ടോ എടുക്കൽ നിർബന്ധമാണോ? എന്നാ എല്ലാവരും ഒന്ന് നിവർന്നിരിക്കണേ. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളില്ലേ, അയാളെ ഒന്ന് മെല്ലെ തൊടും. ശാന്തമായി ഒന്ന് കണ്ണടച്ചു പിടിക്കൂ. നമ്മുടെ ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധിക്കൂ. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മൂക്കിൻ്റെ തുമ്പിൽ ചെറിയ ഒരു തണുപ്പും, ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ മൂക്കിൻ്റെ തുമ്പിൽ ചെറിയ ഒരു ചൂടും അനുഭവപ്പെടും. ആ ചൂടും തണുപ്പും ആസ്വദിച്ചുകൊണ്ട് ഒന്ന് ശ്വാസം എടുക്കും. ഈ തൊട്ട് നിൽക്കുന്ന ഈ മനുഷ്യനെ എത്ര സ്നേഹത്തോടെ തൊടാൻ കഴിയുമോ അത്രയും സ്നേഹത്തോടെ തൊടണം. ഈ മനുഷ്യൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും പ്രതിനിധിയാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും പ്രതിനിധിയാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാരടക്കമുള്ള മുഴുവൻ മനുഷ്യന്മാർക്കുമുള്ള പ്രതിനിധി. ഈ മനുഷ്യൻ തെറ്റുപറ്റാൻ നല്ല സാധ്യതയുള്ള മനുഷ്യനാണ്. പാപം ചെയ്യാനൊക്കെ സാധ്യതയുള്ള മനുഷ്യനാണ്. അബദ്ധത്തിലേക്കോ അപകടങ്ങളിലേക്കോ ചെന്നു വീഴാൻ സാധ്യതയുള്ള, ഏത് നിമിഷവും സാധ്യതയുള്ള മനുഷ്യനാണ്. പക്ഷേ ഈ മനുഷ്യനെ തൊട്ടുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ പോരായ്മകളോടെയും അവരെ സ്വീകരിക്കാനും പിന്നെയും പിന്നെയും മാപ്പ് കൊടുക്കാനും പിന്നെയും പിന്നെയും അവരെ സ്വീകരിക്കാനും പിന്നെയും പിന്നെയും അവരെ മാപ്പ് കൊടുക്കാനും നമ്മളെത്ര കരുണ കാണിക്കുന്നുണ്ടോ അത്രയുമാണ് നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വത്തെ നമ്മൾ കാത്തുരക്ഷിക്കുന്നത്. തെറ്റുപറ്റാൻ സാധ്യതയുള്ള മനുഷ്യനാണ്, വീഴ്ച പറ്റാൻ സാധ്യതയുള്ള മനുഷ്യനാണ്. എന്നാലും സാരല്ല, എനിക്ക് ഈ മനുഷ്യനെ വേണം, സാരല്ല, എനിക്ക് ഈ മനുഷ്യനെ വേണം. നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ മുഴുവൻ പ്രിയപ്പെട്ടവരെയും, നമ്മുടെ ആയുസ്സിലേക്ക് വന്ന മുഴുവൻ പ്രിയപ്പെട്ടവരെയും മനസ്സിലൊന്ന് ഓർത്തെടുക്കൂ. നമ്മുടെ ആയുസ്സിലേക്ക് വന്ന മുഴുവൻ മനുഷ്യരെയും, ഏറ്റവും പ്രിയപ്പെട്ടവരായ മനുഷ്യരെയും ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കൂ. അവരാണ് നമ്മൾ ഈ തൊട്ട് നിൽക്കുന്ന മനുഷ്യൻ എന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കൂ. നമ്മുടെ വേരാണ് ഈ മനുഷ്യനെന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കൂ. പിന്നെയും പിന്നെയും വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട, വാടാതെ കാത്തു സൂക്ഷിക്കേണ്ട, കരിയാതെ നോക്കേണ്ട വേരാണ് ഈ മനുഷ്യനെന്ന് ഒന്ന് സങ്കല്പിക്കൂ.
ജീവിതത്തിൽ കിട്ടിയ മുഴുവൻ അനുഗ്രഹങ്ങൾക്കും ഈശ്വരനോട് മനസ്സിൽ നന്ദി പറയൂ. താങ്ക് യു, താങ്ക് യു ഗോഡ് ഫോർ എവറിത്തിങ്, ഫോർ എവറിത്തിങ്, ഫോർ എവറിത്തിങ്. ഗർഭപാത്രത്തിൽ ഉറവ പൊട്ടുകയും പുറപ്പെടുകയും ചെയ്ത് ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ അവസാനത്തെ നിമിഷത്തിൽ ഒരു തുള്ളി രുചിക്കുന്നത് വരെ മുഴുവൻ നിമിഷങ്ങൾക്കും ദൈവമേ നന്ദി. നമ്മളാക്കിയ മുഴുവൻ മനുഷ്യന്മാർക്കും നന്ദി. നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ മനുഷ്യന്മാർക്കും നന്ദി. ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾക്ക് നന്ദി. ദൈവമേ, നീ തന്നതിനും തരാതിരുന്നതിനും നന്ദി. ദൈവമേ, നീ തന്നതിനും തരാതിരുന്നതിനും നന്ദി. വരാനിരിക്കുന്ന വർഷം മനസ്സമാധാനത്തോടെ ജീവിതത്തെ പൂർത്തിയാക്കാൻ സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ കണ്ണുമെല്ലാം തുറന്ന് ഈ തൊട്ട് നിൽക്കുന്ന ആളോട് ഈ ഭൂമിയിലെ ഏറ്റവും നല്ല വാക്കുകളിലൊരു വാക്ക് താങ്ക് യു എന്ന് ഒന്ന് കൈ കൊടുത്ത് സന്തോഷത്തോടെ നല്ലൊരു പുഞ്ചിരിയോടെ അയാൾക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. താങ്ക് യു, താങ്ക് യു.